السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك ونبيك محمد صلى الله عليه وسلم كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയും ഉള്ളിൽ തട്ടി സമസ്ത സിന്ദാബാദ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളെ, എല്ലാ കാലവും മുസ്ലിം ഉമ്മത്ത് ഒന്നായിരിക്കണം, ഭാരത രാജ്യത്തിൻ്റെ മക്കൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വക്താക്കളായിരിക്കണം എന്ന ആഗ്രഹത്തോടെ ജീവിക്കുകയും ജീവിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധമായ പാണക്കാട് തറവാടിൻ്റെ തണലിൽ അഭിമാനപൂരിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന അഭിമന്യരായ സഹോദരങ്ങളെ, ഏറെ വിനയത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരിക്കലും നമ്മുടെ മുമ്പിലെ ലക്ഷ്യം ആരെയെങ്കിലും വെല്ലുവിളിക്കലല്ല, വിമർശിക്കലുമല്ല. പറയാതെ വയ്യ എന്നാണ് പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത്. നിവൃത്തികേടിൻ്റെ പ്രോഗ്രാം എന്ന് ചുരുക്കം. പറയാതെ വയ്യ, നിവൃത്തികേട് കൊണ്ട്. ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞല്ലോ, എന്തേ ഇത്രയും കാലം നിങ്ങൾക്കൊന്നു പറഞ്ഞുകൂടെ എന്ന്. സമൂഹത്തെ ഇതിൻ്റെ പേരിൽ മെനക്കെടുത്തരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ ഇത്തരം സംവാദങ്ങളും കോലാഹലങ്ങളും വിവാദങ്ങളും ഉയർന്നു കേൾക്കുകയും നമ്മുടെ അകത്തെ സമൂഹവും പുറത്തെ സമൂഹവും ഒരുപോലെ വേദനിക്കുകയും ചെയ്യുന്ന കർമ്മത്തിന് ഭാഗവാക്കാവാൻ ഞങ്ങൾക്കാവില്ല എന്ന വലിയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്രയും കാലത്തെ മൗനം. അപ്പോൾ പിന്നെ ഇപ്പോഴോ ഒറ്റ ഉത്തരേ ഉള്ളൂ, പറയാതെ വയ്യ. കാലങ്ങളായിട്ട് ഗൾഫിൽ പോയ പിതാവ് പിന്നെ തിരിച്ചു വരുമ്പോൾ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന മക്കളുടെ ഒരു മനസ്സുണ്ട്. 100-ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന പരിശുദ്ധ സമസ്തക്ക് വേണ്ടി കാതോർത്ത് കണ്ണും നട്ട് കാത്തിരുന്ന ഒരു തുടിക്കുന്ന മനസ്സുമായിട്ട് ആ 100-ാം വാർഷികത്തിൻ്റെ ആരവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ, അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പോലും വാഫി വഫിയ എന്ന ഇഷ്യൂ എടുത്തിടുകയും സർവ്വസൗലത്ത് ഫിഖുൽ മുയസ്സർ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടപ്പോൾ പറയാതെ വയ്യ എന്ന് ആളുകളുടെ ആവശ്യപ്രകാരം നമ്മൾ ഒരു ശീർഷകമുണ്ടാക്കുകയും ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇവരും ഇങ്ങനെ തുടങ്ങിയോ എന്ന് ചിന്തിക്കുന്ന നല്ല മനസ്കരായ ആളുകളോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന സിറാത്തും മുസ്തഖീമിലൂടെ സഞ്ചരിക്കാൻ അവൻ്റെ മഹലായ ഫضل കൊണ്ട് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിൽ നിന്ന് വിട പറയുകയും നാളിതുവരെ ദീനിന് ഖിദ്മത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ട് ജീവിച്ച് മാതൃക കാണിച്ച പൂർവ്വസൂരികളായ സാത്വികരായ ആളുകൾക്കെല്ലാവർക്കും നാഥനെ നീ സ്വർഗം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിൽ നിന്ന് രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. ഇന്നിവിടെ ഉണ്ടാകേണ്ടിയിരുന്ന ഡോക്ടർ റഫീഖ് അബ്ദുൽ ബർ വാഫി, അദ്ദേഹത്തിൻ്റെ പിതാവ് അസുഖത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, വരാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്. അപ്രകാരം അലുമിനിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ഉണ്ട് അൻവർ സാദിഖ് വാഫി, അദ്ദേഹത്തിൻ്റെ പിതാവിനും അസുഖമാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളുമുണ്ട്. നമ്മുടെ പരിശുദ്ധമായ നിയ്യത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാം അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അത്ഭുതകരമായ ശമനം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഏതാനും കാര്യങ്ങൾ ആമുഖം പറഞ്ഞ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ബാഫി നിങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. നമ്മൾ ഒരുപാട് കാലമായി കേൾക്കുന്നു ആ 9 കാര്യങ്ങൾ. ഏതാണ് ഈ 9 കാര്യങ്ങളെന്ന് നിങ്ങൾ എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട സമസ്തയുടെ 100-ാം വാർഷികത്തിനോടനുബന്ധിച്ച് സമസ്ത ശതാബ്ദി സ്മാരക ഗ്രന്ഥം ഇറങ്ങിയപ്പോൾ അതിൽ നാളിതുവരെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ
മുശാവറയുടെ തീരുമാനങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങളിൽ വാഫിയുമായി ബന്ധപ്പെട്ട ഈ 9 കാര്യങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ഭൂതക്കണ്ണാടിയെടുത്ത് പരിശോധിച്ചു നോക്കിയപ്പോൾ സത്യത്തിൽ അതിലുണ്ടായിരുന്നത് കേവലം 6 കാര്യങ്ങൾ മാത്രമാണ്. പിന്നീട് എപ്പോഴാണത് 9 ആയത് എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. 6 കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറയുന്നത്. ആ 6 കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ CIC ആലോചിക്കുകയും ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള മധ്യസ്ഥരുടെ മുമ്പിൽ ഇരിക്കുകയും വേണ്ട വിധത്തിൽ അതിന് പോംവഴികൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് സമസ്തക്ക് കത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ നിങ്ങൾ ആദ്യം ഒരു ക്ലിപ്പ് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുശാവറ യോഗത്തിൽ പറഞ്ഞതുപോലെ സമസ്തയുടെ മുശാവറ ചെയ്തു. ഈ 9 തീരുമാനങ്ങളും അംഗീകരിച്ചു. അതുപോലെ CIC-ക്കാരെ അയച്ചു കൊടുത്തു. അവര് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പല ഹിക്മത്തുകളും നടത്തി അവസാനം അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തു വന്നത് എന്താണ്? എഴുത്തു വന്നത് കബളിപ്പിക്കുന്ന എല്ലാ സത്യത്തിന് വിരുദ്ധമായ പ്രസ്ഥാനങ്ങളൊക്കെ കബളിപ്പിക്കൽ സംവിധാനത്തിൽ ആശ്വാസം കൊള്ളുന്നവരാണ്. എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും അത് സംഭവിച്ചു. ഞാൻ കേട്ടില്ല. പറഞ്ഞതുപോലെ സമസ്തയുടെ മുശാവറ ചെയ്തു. ഈ 9 തീരുമാനങ്ങളും അംഗീകരിച്ചു. അതുപോലെ CIC-ക്കാരെ അയച്ചു കൊടുത്തു. അവര് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പല ഹിക്മത്തുകളും നടത്തി അവസാനം അത് അംഗീകരിച്ചു. അത് സ്പീഡ് ഓവറാ? എന്നെ നോർമൽ സ്പീഡിൽ വിടി. അതാണോ? എന്നാ പിന്നെ ഒരു മൊബൈലിൽ വേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നവരും ആകാത്തവരും ഉണ്ട്. ഇത് കാണാപ്പാടം പഠിച്ചവർക്കായിരിക്കും മനസ്സിലാവുന്നത്. ഒന്നുകൂടി പ്ലേ ചെയ്യിക്കാൻ പറ്റുമോ? പറഞ്ഞതുപോലെ സമസ്തയുടെ മുശാവറ ചെയ്തു. ഈ 9 തീരുമാനങ്ങളും അംഗീകരിച്ചു. അതുപോലെ CIC-ക്കാരെ അയച്ചു കൊടുത്തു. അവര് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പല ഹിക്മത്തുകളും നടത്തി അവസാനം അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തു വന്നത് എന്താണ്? എഴുത്തു വന്നത് കബളിപ്പിക്കുന്ന എല്ലാ സത്യത്തിന് വിരുദ്ധമായ പ്രസ്ഥാനങ്ങളൊക്കെ കബളിപ്പിക്കൽ സംവിധാനത്തിൽ ആശ്വാസം കൊള്ളുന്നവരാണ്. എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും അത് സംഭവിച്ചു. സമസ്തയുടെ നേതാക്കളെയും അതുപോലെ തന്നെ അതിൻ്റെ മധ്യസ്ഥന്മാരെയും കബളിപ്പിക്കുന്ന വിധത്തിലുള്ള മറുപടിയാണ് ഈ 9 എണ്ണത്തൊന്നും നൽകിയത്. ശരിക്കും അവർ അത് അംഗീകരിച്ചില്ല എന്നർത്ഥം. ഞങ്ങളുടെ ഉദാഹരണത്തിന് ഒരുപാടുണ്ട്, ആകുമ്പോഴൊന്നും പറയുന്നില്ല. ഉദാഹരണത്തിന് അവർ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ തീരുമാനം അത് വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തപ്പെടേണ്ടതാണ്. അതാണ് ഒന്നാമത്തെ. അതങ്ങനെയല്ലേ? നമ്മളെ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെയല്ലേ? സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടല്ലേ നടത്തുന്നത്? അത് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ പറയാവുന്ന ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിക്കും. ഇപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം, സമസ്ത നമ്മളോട് ആവശ്യപ്പെട്ടത് സമസ്തയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് മാത്രമാണ്. അത് സാധാരണ എല്ലാ ഭരണഘടനയിലും ഉള്ളതല്ലേ? എന്താണ് ഇവർക്കത് നടപ്പിലാക്കിയാൽ എന്നതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഇവരെ ഈ മറുപടി തരാൻ വേണ്ടി ഒരുപാട് കാലം സമസ്ത കാത്തു നിന്നു എന്ന്. ഒന്ന് മനസ്സിലാക്കുക ശരിക്ക്. നമുക്ക് ഈ കത്ത് കിട്ടുന്നത് എന്നാണ് 8/12 നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 9 കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ തെളിവിന് വേണ്ടി ഉദ്ധരിക്കുകയാണ്, 9 കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ലെറ്റർ പേഡിൽ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവരുടെ ഒപ്പോട് കൂടിയിട്ടുള്ള ഒരു ലെറ്റർ. ആ ലെറ്റർ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഡേറ്റ് മനസ്സിലാകും. ആ കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിൽ 9 കാര്യങ്ങളുണ്ട്. എന്നാൽ അതിന് ഡേറ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ആ ഡേറ്റ് 8/12/2023 ഞങ്ങൾ കാലവിളംബം വരുത്തിയോ ഇല്ലേ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ആ വിവരം കിട്ടിയപ്പോൾ, അതായത് CIC-യുടെ സിൻഡിക്കേറ്റും സെനറ്റും കൂടി ചേർന്ന് ഈ തീരുമാനം പാസ്സാക്കി തരണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ അടിയന്തര സിൻഡിക്കേറ്റാണ് വിളിച്ചത്. സമയം വൈകരുത് എന്ന് കരുതി അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ചു. ആ സിൻഡിക്കേറ്റ് നടന്ന ഡേറ്റ് 13/12/23 2023. അഥവാ കത്ത് കിട്ടി 5 ദിവസം മാത്രം കഴിഞ്ഞപ്പോഴേക്ക് നമ്മളതിന് സിൻഡിക്കേറ്റ് കൂടിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് കൂടിയ ശേഷം പിന്നീട് സെനറ്റ് കൂടാൻ സ്വാഭാവികമായിട്ടും ഇത് ആളുകളെ അറിയിക്കാനുള്ള സാവകാശമാണല്ലോ. എന്നാൽ പോലും 26/12/23 സെനറ്റ് കൂടി. അഥവാ
ഈ സിൻഡിക്കേറ്റ് കൂടി 13-ാം ദിവസം തന്നെ ടോട്ടൽ എടുത്ത് നോക്കിയാൽ ആകെ 18 ദിവസം എങ്ങാനുമേ നമ്മൾ ഇതിൻ്റെ പേരിൽ വിളംബം വരുത്തിയിട്ടുള്ളൂ. എന്നാൽ ആ പറയപ്പെട്ട കത്തുണ്ടല്ലോ, സോഷ്യൽ മീഡിയകളിലും വാളുകളിലും കണ്ടിരുന്ന കത്ത്, ആ കത്തിൻ്റെ വിശദാംശങ്ങളിൽ പറയുന്ന ഒരു കാര്യം, ഈ കത്തിന് നിങ്ങൾ മറുപടി തരേണ്ടത് 1 മാസം കൊണ്ടാണെന്നാണ്. 1 മാസം നമ്മൾ എടുത്തിട്ടില്ല. എന്നിരിക്കെ പിന്നെ നമ്മളത് മറുപടി കൊടുക്കാൻ വൈകിച്ചു. എന്തിനാണ് അങ്ങനെ ഒരു അപ്പം ശരിക്കും ആരെ കബളിപ്പിക്കുന്നത്? ആരെയാണ് കബളിപ്പിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഇത് സാധാരണ എല്ലാ ഭരണഘടനയിലും ഉള്ളതല്ല. എന്ത്? ആ കാര്യങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു തരാം. കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ ആദ്യം വായിച്ചു തരാം. ഒന്ന്, ശ്രദ്ധിച്ചു കേൾക്കണേ. സമസ്ത നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്ന് പറയപ്പെടുന്ന 6 കാര്യങ്ങളെ മുഷാവറയുടെ തീരുമാനപ്രകാരം മിനിറ്റ്സിലുള്ളൂ എന്ന വാസ്തവം നിങ്ങൾ മറക്കരുത്. എന്നാൽ പോലും ഞാൻ ഈ കാര്യങ്ങൾ പറയണം. 1, വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തപ്പെടേണ്ടതാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ അതിന് കൊടുത്ത മറുപടി, വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായും ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചും നടത്തപ്പെടുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു ചോദ്യം, എന്തിനാണ് ഈ മാറ്റം വരുത്തിയത് എന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. എന്താണ് ഈ മാറ്റത്തിൻ്റെ പിന്നിലെന്ന്? അതിനാദ്യം നിങ്ങൾ മനസ്സിലുണ്ടാകേണ്ടുന്ന കാര്യം, എല്ലാ ഭരണഘടനയിലും ഇങ്ങനെ തന്നെയല്ലേ, പിന്നെന്താ ഇവർക്കത് ചെയ്താൽ ഞങ്ങൾ സമസ്തയെ അംഗീകരിക്കില്ല എന്നല്ലേ അവർ പറഞ്ഞത്? അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറയാവുന്ന രീതിയിൽ പറഞ്ഞു. രാജ്യത്തിൻ്റെ നിയമം അംഗീകരിച്ചുകൊണ്ട് പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു. എന്താണ് രാജ്യത്തിൻ്റെ നിയമം? ഞാൻ പറയാം. കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ പറയാം. എന്നാൽ ഞാൻ ഒരു ഭരണഘടന തൽക്കാലത്തിന് ഉദാഹരണത്തിന് വേണ്ടി മാത്രം, നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ഈ ഭരണഘടന ഈ രീതിയിൽ പൂർണ്ണമായും സമസ്തയ്ക്ക് വിധേയമായിട്ട് എന്നല്ലേ എഴുതി പോരുന്നത് എന്ന് വാദമുണ്ടെങ്കിൽ ആ വാദത്തെ നിരാകരിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണഘടന തൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതാണ്. ഭരണഘടന, ഈ ഭരണഘടന ഏതിൻ്റെതാണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ബഹുമാനപ്പെട്ട സ്ഥാപനമായ, നമ്മളൊക്കെ ആദരിക്കുന്ന സ്ഥാപനമായ ദാറുസ്സലാം അറബിക് കോളേജ് കമ്മിറ്റി നന്ദിയുടേതാണ്. സമസ്ത മുഷാവറ മെമ്പർമാരടക്കമുള്ള ആളുകൾ നടത്തുന്ന ഭരണഘടനയാണ്. ഈ ഭരണഘടന വായിച്ചിട്ട് സംശയം ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയാണോ എന്നറിയാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അവനവൻ്റെ വീട്ടിൽ പോയി, അവനവൻ്റെ നാട്ടിൽ പോയിട്ട് അവിടേക്കുള്ള ഭരണഘടന പരിശോധിച്ച് നോക്കുക. അതിലൊക്കെ ഈ വിഷയങ്ങൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നോക്കുക. അപ്പോൾ മനസ്സിലാകും സംശയമുള്ള ആളുകൾക്കൊക്കെ. ഇതിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞോട്ടെ. വാഫിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് അംഗത്വ വ്യവസ്ഥയിലേക്ക് സമസ്തയുടെ പരാമർശം മാറ്റി എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ നമുക്ക് മാതൃകയാക്കാവുന്ന നന്ദി ദാറുസ്സലാമിൻ്റെ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ സമസ്തയെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് ഒന്ന് വായിച്ചു നോക്കുക, സമയമെടുത്താലും. ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഫസ്റ്റ് 5ാമത്തെ പോയിന്റായിട്ടാണ് പറയുന്നത്. മുസ്ലിമീങ്ങൾക്ക് തഫ്സീർ അഥവാ ഖുർആൻ വ്യാഖ്യാനം, ഹദീസ്, നബിചര്യ, ഫിഖ്ഹ്, ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്നീ ദീനി ഉലൂമും അതിൻ്റെ ആലാത്തുകളും എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ മതവിദ്യാഭ്യാസവും അതിനാവശ്യമായതും പഠിപ്പിക്കുന്നതും തൽ വിഷയങ്ങളിൽ ഉന്നത ബിരുദം നൽകുന്നതുമായ മതധർമ്മ സ്ഥാപനം എന്ന നിലക്ക് ഒരു അറബി കോളേജ് സ്ഥാപിക്കുക. ഉദ്ദേശ ലക്ഷ്യം. ഇത് ഭേദഗതി വരുത്തിയ പതിപ്പും കൂടിയാണ് ഞാൻ വായിക്കുന്നത്. ഭേദഗതി വരുത്തിയത് 13/8/1999. ബി, അതിനാവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. സി, മേലാവശ്യങ്ങൾക്ക് വേണ്ടി ധനശേഖരണം. ഡി, കോളേജും അതിൻ്റെ സ്വത്തുക്കളും അങ്ങനെ ഈ സ്ഥാപനങ്ങളുടെ അഭിവൃദ്ധിക്കായി മതാനുവദനീയമായ വിധത്തിൽ മാത്രം പരിശ്രമിക്കുക. എഫ്, കോളേജ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ നടത്തിപ്പും പ്രവർത്തനത്തിൽ വന്നതിന് ശേഷം അനാഥ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു അനാഥാലയം. അങ്ങനെ അത്തരം കാര്യങ്ങളാണ്. ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞു. ഇതിലെവിടെ സമസ്ത? എവിടെയും സമസ്തയില്ല. ഉദ്ദേശ ലക്ഷ്യങ്ങളിലല്ല അത് പറയേണ്ടത് എന്നതുകൊണ്ടാണ് ഇത് മാതൃകായോഗ്യമായ ഭരണഘടനയാണെന്ന് ഞാൻ പറഞ്ഞത്. നന്ദി ദാറുസ്സലാമിൻ്റെ ഭരണഘടന മാതൃകായോഗ്യമാണ്. ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളൂ. അങ്ങനെ CIC-യും ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റിയില്ല എന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? 2 പറയാം. ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്,
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ വിശ്വസിക്കുന്നവനും കർമ്മശാസ്ത്രപരമായി ഷാഫി മദ്ഹബും വിശ്വാസപരമായി അശ്അരി ത്വരീഖത്തും പിന്തുടരുന്നവനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബ്രാക്കറ്റിൽ ഇടക്കാലത്ത് EK വിഭാഗം എന്നറിയപ്പെടുന്ന ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ. അപ്പോൾ ജംഇയ്യത്തുൽ ഉലമയുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളെ അംഗീകരിക്കുന്നവനും 100 രൂപ അങ്ങനെ ചുരുക്കം പറഞ്ഞ അംഗത്വമാണ് പറഞ്ഞത്. അപ്പോൾ അംഗത്വ വ്യവസ്ഥ പറഞ്ഞെടുത്ത് എന്ത് പറഞ്ഞു? സമസ്തയെ പറഞ്ഞു. നമ്മളും അതാ ചെയ്തിട്ടുള്ളൂ. അംഗത്വ വ്യവസ്ഥയിലാണ് സമസ്തയുടെ കാര്യം പറയേണ്ടത്. നമ്മളും അതന്നെ ചെയ്തിട്ടുള്ളൂ. നന്ദി ദാറുസ്സലാമിന്റെ ഭരണഘടന മാതൃകയാണ്. ആ മാതൃക ഞങ്ങളും പിന്തുടർന്നു. വേണമെങ്കിൽ കുട്ടിക്കോ, സംഗതി അതല്ലെങ്കിലും. ഇനി അടുത്തത് പരമാധികാര സഭ. പരമാധികാര സഭ അതാർക്കാണ്? ഈ ഭരണഘടനയുടെ 7ാം വകുപ്പും അതിലെ ഉപവകുപ്പുകളും. 7ാം വകുപ്പ് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിയുടെ അംഗത്വ വ്യവസ്ഥയൊക്കെ ഞാൻ വായിച്ചു. വേറെ പ്രത്യേകിച്ച് അതിൽ സമസ്ത പരാമർശങ്ങളൊന്നുമില്ല. സമയം കഴിയുന്നതുകൊണ്ട് ഞാൻ ആവശ്യമുള്ളത് മാത്രം വായിക്കണം. ഈ ഭരണഘടനയുടെ 7ാം വകുപ്പും അതിലെ ഉപവകുപ്പുകളും അനുസരിച്ച് രൂപം കൊള്ളുന്ന ജനറൽ ബോഡി ഈ സംഘത്തിന്റെ പരമാധികാര സഭയായിരിക്കുന്നതാണ്. അല്ലാതെ ആരല്ല. സമ്പൂർണമായി സമസ്തയ്ക്ക് വിധേയമായി എന്ന് ഞങ്ങളോട് എഴുതി വെക്കാൻ പറയുമ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സമ്പൂർണമായി ഒരാൾക്ക് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരമാധികാരം അവർക്ക് നൽകുക എന്നാണ്. സമസ്തക്ക് എന്താ പരമാധികാരം നൽകിയാലെന്ന് ചോദിച്ചാൽ ഞാൻ വിശദീകരിക്കാം. അതേ സമയത്ത് എന്താ ഇവരാരും നൽകാതിരുന്നത്? നൽകേണ്ടതായിരുന്നില്ലേ? നൽകുന്നില്ലല്ലോ. സമസ്തയെ അംഗീകരിക്കാത്തത് കൊണ്ടാണോ? മാനിക്കാത്തത് കൊണ്ടാണോ? ബഹുമാനിക്കാത്തത് കൊണ്ടാണോ? സമസ്തയുടെ പരമാധികാരത്തിന് കീഴിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്? അല്ല, ഇത് ഇങ്ങനെയേ പാടുള്ളൂ എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് മാതൃക എന്ന് പറയുന്നത്. തുടർന്ന് കേൾക്കുക. ഉപദേശക സമിതി. ഇതിന്റെ ഉപദേശക സമിതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ EK വിഭാഗം മുശാവറ അംഗങ്ങളിൽ നിന്ന് ജനറൽ ബോഡി തിരഞ്ഞെടുക്കുന്ന 4 പണ്ഡിതന്മാർ. ആരാ തിരഞ്ഞെടുക്കുന്നത്? ജനറൽ ബോഡി. ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഉപദേശക സമിതിയായിട്ട് വരേണ്ടത് ആരാണ് എന്ന് ഓപ്പണായിട്ട് ഒരവസരം കൊടുത്തപ്പോൾ അത് തിരഞ്ഞെടുക്കൽ നിങ്ങൾ തന്നെയല്ലേ, അല്ലാതെ മുശാവറന്നല്ലല്ലോ എന്ന് ചോദിച്ചിരുന്നല്ലോ. ഇതാണ് മറുപടി. ഇവിടെ ആരാ തിരഞ്ഞെടുക്കുന്നത്? ഒന്നുകൂടി വായിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളിൽ നിന്ന് ജനറൽ ബോഡി തിരഞ്ഞെടുക്കുന്ന. അപ്പൊ തിരഞ്ഞെടുക്കുന്ന ആരാ? അവരിങ്ങോട്ട് നിർദ്ദേശിക്കല്ല, പകരം ജനറൽ ബോഡിയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്ന് വെച്ചാൽ ജനറൽ ബോഡിയാണ് പരമാധികാര സഭ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി, ഉപദേശക സമിതിയുടെ ചുമതലകളും അധികാരങ്ങളും പറഞ്ഞെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. സംഘത്തിന്റെ പ്രവർത്തനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, സമസ്ത കേരളയുടെ ആശയാദർശം എന്നർത്ഥം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് അനുസരിച്ചാണ് ആണെന്ന് ഉറപ്പുവരുത്തുകയും വല്ല വ്യതിയാനവും വരുമ്പോൾ ഉത്തരവാദപ്പെട്ടവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും പരിഹാരത്തിനായി ഭരണഘടനാനുസൃതമായി വേണ്ടത് പ്രവർത്തിക്കുകയും ചെയ്യുക. അവിടെയും ഭരണഘടനയാണ് അധികാരം. ഭരണഘടനയിൽ പരമാധികാരം ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? തുടർന്ന് പറഞ്ഞു കേൾക്കൂ, ഞാൻ പറയുന്നത് ശരിയാണെന്നറിയാൻ. സമിതി ആര്? ജനറൽ ബോഡി അടക്കമുള്ള ഈ സമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കുറിച്ച് പറയാണ്. ഉപദേശക സമിതിയുടെ ചുമതലകൾ പറയാണ്. സമിതി ശറഇന് വിരുദ്ധമായോ ഭരണഘടനയുടെ താല്പര്യത്തിന് എതിരായോ പ്രവർത്തിക്കുന്നതായി ബോധ്യപ്പെടുകയോ ജനറൽ ബോഡി അംഗങ്ങളിൽ നിന്ന് പ്രവർത്തക സമിതിയെക്കുറിച്ച് ആക്ഷേപം ലഭിക്കുകയും പ്രസ്തുത ആക്ഷേപം ശരിയാണെന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ നിലവിലുള്ള പ്രവർത്തക സമിതിയെ കൊണ്ട് ജനറൽ ബോഡി യോഗം വിളിപ്പിക്കുകയും ഭരണഘടനാനുസൃതം ശറഇന് വിരുദ്ധമല്ലാത്ത നിലക്കും ആവശ്യമായ തീരുമാനങ്ങൾ ജനറൽ ബോഡിയുടെ അഭിപ്രായം അനുസരിച്ച് കൈക്കൊള്ളുകയും ചെയ്യുക. അപ്പോൾ ഒരു ഭരണഘടന എങ്ങനെയായിരിക്കണമെന്നതിന് ഞാൻ മതിയായ മാതൃക കാണിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിനപ്പുറത്ത് വാഫി ഭരണഘടനയിൽ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്ന് വിനയപുരസ്സരം പറയുകയാണ്. ഇനി ഇപ്പൊ പൂർണ്ണമായ വിധേയത്വത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അഥവാ പരമാധികാരത്തിന് എന്തേ എന്നാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ആരും അങ്ങനെ ചെയ്തില്ലെങ്കിലും വാഫിക്കെങ്കിലും അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന് ഇവിടെ പറഞ്ഞു. നമ്മളൊരു അക്കാദമിക് സമൂഹമാണ്. പരമാവധി അബദ്ധങ്ങളൊന്നുമില്ലാതെ തെറ്റുകൾ പറ്റാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ്. നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ ബാക്കി കേൾക്കണം. അതിന്റെ ബാക്കി നിടും.
ക്ഷണം എന്നേ പറഞ്ഞുള്ളൂ. അതിനവർ നൽകിയ മറുപടി അതാണ് കബളിപ്പിക്കൽ എന്ന് പറയുന്നത്. ആരൊക്കെ കബളിപ്പിച്ചു ഞാൻ പറയുന്നില്ല. കബളിപ്പിക്കൽ എന്ന് പറയുന്നത് അവർ നൽകിയ മറുപടി കൂടി കേൾക്കുക. അവർ പറഞ്ഞത് വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായും ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചു നടത്തപ്പെടുന്നു. നിങ്ങൾക്ക് എന്തേ മനസ്സിലായി? സമസ്ത അംഗീകരിക്കില്ല. സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കും. ഇതാണോ സമസ്ത ആവശ്യപ്പെട്ടത്? ഇതാണോ ഈ മഹാന്മാരായിരിക്കുന്ന ഈ ഇതിന്റെ നേതൃത്വം നൽകിയ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള അതുപോലെ നമ്മുടെ സമസ്തയുടെയും ലീഗിന്റെയും നേതാക്കൾ ആവശ്യപ്പെട്ടത്? അതാണോ? അവർ സമസ്തയെ അംഗീകരിക്കുന്ന പറഞ്ഞത്. അവരാവശ്യപ്പെട്ട ഒന്നാമത് ആവശ്യപ്പെട്ടതാണ്. അപ്പൊ സമസ്തയെ അംഗീകരിക്കൂല എന്നാണോ ഇപ്പൊ ഇതുകൊണ്ട് വന്നത്? അല്ല എന്ന് ഒന്നുകൂടി പറയാം. ഞാൻ നന്ദി ദാറുസ്സലാമിന്റെ ഭരണഘടന വായിച്ചു, അതിലെങ്ങനെയുള്ളതെന്ന് പറഞ്ഞു. ഈ 9 കാര്യങ്ങളിൽ പൂർണ്ണ പരമാധികാരം സമസ്തക്ക് വരുന്ന വിധത്തിലുള്ള ഒരു വരി എഴുതിയപ്പോൾ ആ വരി നിയമപരമായി നിലനിൽക്കില്ല എന്ന കാരണം കൊണ്ട് ഞങ്ങൾക്കത് എഴുതാൻ പ്രയാസം വന്നു. സ്വാഭാവികമായിട്ടും നിയമപരമായി നിലനിൽക്കാത്ത ഒരു കേവല അധര വ്യായാമം സമസ്തയെ കൊണ്ടോ മധ്യവർത്തികളായ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കളടക്കമുള്ള ആളുകളെ കൊണ്ട് അങ്ങനെ ഒരു അബദ്ധം ചെയ്യിപ്പിക്കണോ? സ്വാഭാവികമായിട്ടും നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, മധ്യവർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൂട്ടരെയും കേൾക്കുകയും ഉചിതമായ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ആളുകളല്ലേ? സമസ്ത ചില കാര്യങ്ങൾ മധ്യവർത്തികളോട് പറഞ്ഞു, മധ്യവർത്തികൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ വശം പറഞ്ഞു, മധ്യവർത്തികൾ അത് കേട്ടു, ആ കേട്ടത് ശരിവെച്ചു. ശരിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് ഒപ്പിട്ട് സെനറ്റും സിൻഡിക്കേറ്റും പാസ്സാക്കി സമസ്തക്ക് കൈമാറുകയും ചെയ്തു. ഇവിടെ ഇവരാരെ കബളിപ്പിക്കുന്നത്? സമുന്നതരായ നേതാക്കളെയാണെന്ന് പറഞ്ഞാൽ അവരതിൽ ഒപ്പിടൂലല്ലോ. അവരെ കബളിപ്പിച്ചാൽ ഞങ്ങളെ കബളിപ്പിച്ചതിന് ഒപ്പ് എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. അപ്പൊ പിന്നെ അവരോ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒപ്പിട്ടിട്ട് ഈ കത്ത് കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം അവർ അംഗീകരിച്ചു എന്നല്ലേ? സെനറ്റ് പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ അധ്യക്ഷനായിട്ടുള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അംഗീകരിച്ചു എന്നല്ലേ? അവർ മധ്യവർത്തിയുമല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബും ആബിദ് ഹുസൈൻ MLA തങ്ങളവറുകൾ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരത് അംഗീകരിച്ച കാര്യമാണ്. ആ അംഗീകരിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണ വിധേയത്വം എന്ന് ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് അന്ന് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ആ ബോധ്യപ്പെടുത്തിയ കാര്യത്തിന്റെ വിശദരൂപം ഇന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും ആഗ്രഹിക്കുകയാണ്. എന്താ കാര്യം? 2 കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ബഹുമാനപ്പെട്ട സമസ്ത ഒരു സൊസൈറ്റിയാണ്. എന്ന് വെച്ചാൽ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സ്വതന്ത്ര അസ്തിത്വമുള്ള സംഘടനയാണ്. അതേ പ്രകാരം CIC മറ്റൊരു സംഘടനയാണ്. നിങ്ങളുടെയൊക്കെ നാടുകളിലുള്ള മദ്രസകൾക്ക് അല്ലെങ്കിൽ മഹല്ലുകൾക്ക് ഭരണഘടനയുണ്ടാകും. അത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ അത് സ്വന്തമായി അസ്തിത്വമുള്ള ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഒരാൾ എന്ന് പറയുന്ന പോലെ ഒരാൾ മറ്റൊരാളുടെ കീഴിലാകാൻ പാടുണ്ടോ? ഇല്ല എന്ന് പറയുന്ന പോലെ ആ സ്വതന്ത്രമായ ഒരു 2 സൊസൈറ്റികളാകുമ്പോൾ ഈ സൊസൈറ്റി ആ സൊസൈറ്റിയുടെ കീഴിലാണ് എന്ന് പറയാൻ നിയമം അനുവദിക്കുന്നില്ല. പൂർണ്ണ വിധേയത്വമാണെന്ന് പറയാൻ നിയമം അനുവദിക്കുന്നില്ല. ഈ ആള് ആ ആളുടെ കീഴിലാണ് എന്ന് പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ പോലെ തന്നെയാണത്. അതെങ്ങനെയാണെന്നാണ്, അതാണ് സുപ്രീം കോടതിയുടെ വിധിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോകുന്നത്. എന്തെങ്കിലും പറയുകയാണെന്ന് വിചാരിക്കണ്ട. സുപ്രീം കോടതി 1962 ഡിസംബർ 12 പുറപ്പെടുവിച്ചിട്ടുള്ള വിധിയാണ്. ആ വിധിയുടെ സൈറ്റേഷൻ വക്കീലന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. സൈറ്റേഷൻ AIR ഓൾ ഇന്ത്യ റിപ്പോർട്ടർ 1963 SC സുപ്രീം കോർട്ട് 114/114 സെർച്ച് ചെയ്ത കുട്ടുംബ സാധനം. അവിടെ പറയുന്നത് TP ദാവർ വേഴ്സസ് ലോർഡ്സ് വിക്ടോറിയ ബന്ധപ്പെട്ട കേസാണ്. കേസിന്റെ പേരാണ് പറയുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ആവശ്യമുള്ള 1-2 കാര്യങ്ങൾ മാത്രം പറയാം. സൊസൈറ്റിക്ക് പുറത്തുള്ള ഒരു 3-ാം കക്ഷിക്ക് ബ്രാക്കറ്റിൽ തേർഡ് പാർട്ടി സൊസൈറ്റിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിർബന്ധപൂർവ്വം ഇടപെടാൻ കഴിയില്ല. എന്നുവെച്ചാൽ പരമാധികാരം കൊടുക്കാൻ കഴിയില്ല എന്നർത്ഥം. പിന്നെ പറയുന്നു അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ സാമ്പത്തിക പിഴവുകൾക്ക് ഭാരവാഹികളാണ് ജയിലിൽ പോകേണ്ടി വരിക. അധികാരം മുഴുവൻ പുറത്തുള്ള ഒരു സംഘടനക്കാണെങ്കിൽ ഉത്തരവാദിത്വം മാത്രം ഭാരവാഹികൾ ഏൽക്കുന്നത് സ്വാഭാവിക നീതിക്ക്, നാച്ചുറൽ ജസ്റ്റിസിന് വിരുദ്ധമാണ്. ഇത്രയും വിലയിരുത്തിയ സുപ്രീം കോർട്ട് അതിന് മുമ്പ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു സൊസൈറ്റിയുടെ ഭരണഘടനയിൽ ബൈലോ ബാഹ്യമായ ഇടപെടലുകൾ അനുവദിക്കുന്ന വകുപ്പുകൾ ഉണ്ടെങ്കിൽ പോലും, ആരെങ്കിലും അങ്ങനെ ഭരണഘടനയ്ക്ക് എഴുതിയെന്ന് വെക്കുക, ഉണ്ടെങ്കിൽ പോലും അവ സൊസൈറ്റീസ് ആക്ടിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക്, അതായത് അംഗങ്ങളുടെ പരമാധികാരം വിരുദ്ധമാകാൻ പാടില്ല. അത്തരം വകുപ്പുകൾ അൾട്രാ വൈറസ് നിയമപരമായി നിലനിൽക്കാത്തത് ആയി പ്രഖ്യാപിക്കപ്പെടും. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ കാര്യം ആർക്ക് ബോധ്യപ്പെട്ടു? മധ്യവർത്തികൾക്ക് ബോധ്യപ്പെട്ടു.
അതുകൊണ്ട് നമ്മൾ അപ്പോൾ എങ്ങനെ എഴുതിയായിരിക്കും പിന്നെ നല്ലത് എന്ന്. അപ്പോൾ നമ്മൾ എഴുതി അതിനെഴുതാൻ ഉപയോഗിച്ചൊരു വാക്ക് എന്താണെന്നറിയോ? മാനിക്കുക എന്ന്. ആ മാനിക്കുക എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് വരുന്നത്? സമസ്തയുടെ വാക്കാണ്. സമസ്തത എവിടെയാണ് എഴുതിയിട്ടുള്ളത്? ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കേൾക്കൂ. വഫി 29/12/2022 മുശാവറയുടെ യോഗ തീരുമാനമാണ് വായിക്കാൻ പോകുന്നത്. കത്തിലെ വാചകങ്ങൾ ഇതാണ്: വാഫി വഫിയ സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചു പ്രവർത്തിക്കേണ്ടതാണ്. ഈ തീരുമാനവുമായി യോജിപ്പില്ലാത്തവർ പ്രസ്തുത സംവിധാനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. വളരെ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. ഇതാരാ എഴുതി കൊടുത്തത്? ശേഷമുള്ളത് വായിച്ചു നോക്കൂ. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയ കത്തിലെ കാര്യങ്ങൾ, അതാണ് നേരത്തെ വായിച്ചത്. ഇത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൊടുത്ത കത്താണ്. കത്തിലെ കാര്യങ്ങൾ വെച്ച് വാഫി വഫിയ സ്ഥാപന മാനേജ്മെന്റുകളും മറ്റുള്ളവരും മനസ്സിലാക്കുന്നതിന് വേണ്ടി പത്രപ്രസ്താവന കൊടുക്കാൻ തീരുമാനിച്ചു. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയ കത്തിന്റെ കോപ്പി സഹിതം മാനേജ്മെന്റുകൾക്ക് കത്തയക്കാനും വാഫി വഫിയ സ്ഥാപനങ്ങൾ ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു. അപ്പോൾ മാനിച്ചുമെന്ന വാക്ക് എവിടെയാണുള്ളത്? മുശാവറ അംഗീകരിച്ച വാക്കാണ്. മുശാവറ അംഗീകരിച്ച അതേ വാക്കാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായും ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചും നടത്തപ്പെടുന്നതാണ്. സമസ്ത ഉപദേശിച്ചാൽ നിർദ്ദേശിച്ചാൽ നമ്മൾ മാനിക്കാം, നമ്മൾ പരിഗണിക്കാം, നമ്മൾ ബഹുമാനിക്കാം, പറയില്ലേ? നമ്മളത് മുഖവിലക്കെടുക്കാം. ആ പറഞ്ഞ വാക്കിന് എന്താ കുഴപ്പമുള്ളത്? അതേസമയത്ത് സമ്പൂർണ്ണ വിധേയത്വം എന്ന് പറയുമ്പോൾ അത് പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിഷയമായതുകൊണ്ട് നിയമപരമായി നിലനിൽക്കാത്ത ഒരു വ്യവസ്ഥ എഴുതി ചേർത്താൽ അപ്പൊ പിന്നെ അത് സമസ്തയുടെ മുശാവറയിലെ യോഗ തീരുമാനം സമസ്തക്ക് അതുകൊണ്ട് തെറ്റുപറ്റുന്നൊരവസ്ഥ വരും. തെറ്റുപറ്റരുതല്ലോ. അതുകൊണ്ട് നമ്മൾ സമസ്തയെ സംരക്ഷിക്കാനും കൂടി ചെയ്തതായിട്ട് നിങ്ങൾ പരിഗണിക്കൂ. മാത്രമല്ല, അങ്ങനെ ഒരു സംഗതി എഴുതി ചേർക്കുമ്പോൾ അത് നിയമവിരുദ്ധമാണ് എന്ന വസ്തുത പിൽക്കാലത്തെ ചരിത്രം പഠിക്കുന്ന കുട്ടികൾ പഠിക്കും. ഇതാണപ്പോ നിങ്ങൾ ഈ പറയുന്ന വമ്പ് പറയുന്ന പ്രസ്ഥാനം, ഇതാണപ്പോ വാഫി, ഇതാണപ്പോ സമന്വയം, ഈ കാര്യം പോലും വിവരമില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയും വരും. അത് പാടില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ ഏജൻസി എന്ന നിലക്ക് കാര്യങ്ങൾ പരിഗണിച്ച് വേണ്ട വിധം ചെയ്യുക എന്ന നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. അത്രേ ചെയ്തിട്ടുള്ളൂ. അതിനെക്കുറിച്ചാണ് അത് നമ്മൾ അംഗീകരിക്കൂല എന്നാ പറഞ്ഞത്, നമ്മൾ നിരസിക്കുന്ന പറഞ്ഞത്. സമസ്ത മുശാവറ അംഗീകരിച്ച് അതേ മാനിക്കുക എന്ന വാക്ക് എഴുതി ചേർത്ത് കൊടുത്താൽ അത് അംഗീകരിക്കൂല എന്ന് അർത്ഥം എവിടെ നിന്നാ കിട്ടുക? പോകുന്നു പറഞ്ഞാൽ അതിനർത്ഥം വരുന്നാവില്ല. എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവണില്ല. 2, വാഫി വഫിയ സംവിധാനത്തിലെ അക്കാദമികമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തപ്പെടേണ്ടതാണ്. ഉള്ളത് പറഞ്ഞാൽ അങ്ങനൊരു മാർഗനിർദ്ദേശം ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ പോലും അതിനെ മാനിക്കണ്ടേ? ഞങ്ങൾ ഇങ്ങനെ എഴുതിയപ്പോൾ അതിലെ അക്കാദമിക് പ്രവർത്തനങ്ങൾ ആശയാദർശങ്ങൾക്ക് എന്തായാലും അതിനല്ലേ വരുള്ളൂ. ആശയാദർശങ്ങൾക്ക് അനുസൃതമായും മാർഗനിർദ്ദേശങ്ങൾ മാനിച്ചും നടത്തപ്പെടുന്നതാണ് എന്ന് എഴുതി. വേറെ എന്താ അവിടെ എഴുതി വെക്കുക നമ്മൾ? 3, മേൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി എല്ലാ വാഫി വഫിയ സ്ഥാപനങ്ങളും സഹകരിക്കേണ്ടതാണ്. ശ്രദ്ധിക്കണേ, എല്ലാ വാഫി വഫിയ സ്ഥാപനങ്ങൾ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ പരമാധികാരത്തിന്റെ കാര്യം വീണ്ടും വരികയാണ്. അതായത് വാഫിയുമായി അഫിലിയേറ്റ് ചെയ്ത എല്ലാ സ്ഥാപനങ്ങളും അംഗീകരിക്കണമെന്ന് ആര് തീരുമാനിക്കണം? CIC തീരുമാനിക്കണം. CICക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. നിങ്ങൾ ആരെങ്കിലും വാഫി കോളേജ് നടത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കാര്യം പറയാൻ CICക്ക് റൈറ്റ് ഇല്ലാന്നേ. പിന്നെ എങ്ങനെ എഴുതി വെക്കും? അപ്പൊ നമ്മൾ എന്തെഴുതി? മേൽക്കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് CIC പ്രതിജ്ഞാബദ്ധമാണ്, ഞങ്ങൾ ചെയ്തോളാം. സ്ഥാപനങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ലാത്ത കാര്യം ഞങ്ങളോട് പറയിപ്പിക്കരുത്. എന്നാൽ അക്കാര്യത്തിൽ സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി CIC സഹകരിക്കുന്നതാണ്. വേറെന്താ എഴുതേണ്ടത്? അതിന് മാറ്റിമറിച്ചു, ഡൈലൂട്ട് ചെയ്തു എന്നൊക്കെയാണോ പറയേണ്ടത്? വാസ്തവമല്ലേ, ശരിയല്ലേ, കൃത്യമല്ലേ നമ്മൾ പറഞ്ഞത്? ഇതിനെങ്ങനെ കബളിപ്പിക്കാന്ന് പറയാൻ പാടുണ്ടോ? ആ പറയുന്നവരെ ആരോ കബളിപ്പിച്ചതാണ്. അതാരാന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, CIC അംഗസ്ഥാപനങ്ങളിൽ നിന്ന് ഒരു അധ്യാപകനെ പുറത്താക്കണമെന്ന് CICക്ക് തീരുമാനിക്കാൻ പറ്റുമോ? പറ്റൂല. നടപ്പിലാകൂല. ഇപ്പൊ നമ്മുടെയൊക്കെ നാടുകളിലും മദ്രസകളിൽ ഏതോ ഒരു അധ്യാപകനെതിരെ നടപടി സ്വീകരിച്ചു. ആ നടപടി സ്വീകരിച്ചിട്ട് അതിൻ്റെ പുറത്താക്കിയപ്പോൾ വേറെ ഒരു മേൽ കമ്മിറ്റി, ഇപ്പൊ സമസ്തന്റെ കീഴിലുള്ള മദ്രസയാണെന്നുണ്ടെങ്കിൽ സമസ്ത മുശാവറ കൂടിയിട്ട് ആ ആളെ നിങ്ങൾ തിരിച്ചെടുക്കണമെന്ന് തീരുമാനിക്കാൻ പറയോ? സമസ്ത അങ്ങനെ പറയൂല. കാരണം എന്താണ്? പറയാൻ റൈറ്റ് ഇല്ല.
ഈ റൈറ്റ് ഇല്ല എന്ന് പറയുന്നത് അത്രേ അർത്ഥമുള്ളൂ. അന്ന് പത്രപ്രവർത്തകരായ ആളുകൾ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവരോട് ചോദിച്ചു, നിങ്ങളെ സമസ്ത പുറത്താക്കിയല്ലോ, ഇനി CIC-യിൽ നിന്ന് സമസ്ത പുറത്താക്കുമോ എന്ന്. സ്വാഭാവികമായിട്ടും പറഞ്ഞു, അത് പുറത്താക്കുകയാണെങ്കിൽ ആരാ പുറത്താക്കേണ്ടത്? CIC ആണ് പുറത്താക്കേണ്ടത്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിലുള്ള സഭയാണ് പുറത്താക്കേണ്ടത്. അവർ പുറത്താക്കിയെങ്കിൽ പുറത്താക്കും, അതല്ലാതെ വേറെ ഒരു കൂട്ടർക്ക് അത് പുറത്താക്കാനുള്ള റൈറ്റ് ഇല്ല. അത് പറയുന്നതിൽ എന്താ കുഴപ്പം? പക്ഷേ ആളുകൾക്ക് ഇത് കേട്ട് ശീലമില്ലാത്തത് കൊണ്ടും ഈ വിഷയത്തിലെ എഡ്യൂക്കേഷൻ, അതായത് ഭരണഘടന, സൊസൈറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബോധം ഉണ്ടാവില്ല. സമസ്തക്ക് റൈറ്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ സമസ്തക്ക് റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കബളിപ്പിച്ചു. ആര്? അതല്ല, അതിന്റെ വാസ്തവം ഇതാണ്. ഇത് ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. കബളിപ്പിക്കല്ലേ, ഇനിയും കബളിതരാകല്ലേ ജനങ്ങളെ. കാര്യങ്ങൾ മനസ്സിലാക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരർമാണ്ടിയാക്ക് വന്ന് കണ്ടേ നബീസ് താത്താനോട് പറഞ്ഞ്, നബീസ് ആ തേങ്ങാക്കല പള്ളിക്കാണ്ട് കൊടുത്താളില്ല, ഞാൻ നേർച്ചാക്കിക്കുന്നു. അർമാണ്ടിയാക്കാക്ക് നേർച്ചാക്കണമെങ്കിൽ അർമാണ്ടിയാക്കാൻ്റെ പറമ്പിലെ തേങ്ങാക്കൊല നേർച്ച, അങ്ങനെ നബീസ് താത്താൻ്റെ തേങ്ങാക്കൊല നേർച്ചാക്കാൻ പോരുത്, റേറ്റ് ഉണ്ടാവില്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ വിഷയം. മേൽക്കാര്യങ്ങൾക്ക് വിരുദ്ധമായവ CIC-യുടെ നിയമാവലിയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. 4-ാമത്തെ പോയിന്റ്. നമ്മൾ കൊടുക്കുന്ന മറുപടി, മേൽക്കാര്യങ്ങൾക്ക് വിരുദ്ധമായവ CIC-യുടെ നിയമാവലിയിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഒന്നും അംഗീകരിച്ചില്ല എന്നൊക്കെയാണ് നേരത്തെ ക്ലിപ്പിൽ പ്രസംഗത്തിലുള്ളത്. പിന്നെ 5, മേൽക്കാര്യങ്ങൾ CIC സെനറ്റ് അംഗീകരിച്ച് അക്കാര്യം രേഖാമൂലം സമസ്തയെ അറിയിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 26/12/2023 സെനറ്റ് യോഗം കുടിച്ച് കേവലം 18 ദിവസം കൊണ്ട് ആ വിവരം നമ്മൾ കൈമാറിയിട്ടുണ്ട്. മധ്യവർത്തികൾ മുഖാന്തിരം കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. മുഷാവറയിൽ നിന്ന് എത്തിയെന്ന് നമുക്കറിയില്ലല്ലോ, കാരണം നമ്മളവരെ കാണുന്നില്ലല്ലോ, കാണാൻ അവസരമില്ലല്ലോ. ഇത് സംബന്ധമായ തീരുമാനം 6-ാമത്തെ പോയിന്റ്. ഇത് സംബന്ധമായ തീരുമാനം 6/6/2023 ചൊവ്വാഴ്ചക്ക് ശേഷം പ്രഖ്യാപിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സമസ്തയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രന്ഥത്തിൽ റെക്കോർഡറായിട്ടുണ്ട്. ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ കിട്ടി. പക്ഷെ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല. ഈ സമസ്ത 6/6 പ്രഖ്യാപിക്കുമെന്ന മുഷാവറ കൂടി തീരുമാനിക്കുന്നത് 7/6 മാത്രം. അതെന്താ നമുക്ക് മനസ്സിലായിട്ടില്ല. എന്താ അറിയാത്തതുകൊണ്ട് പറയാണ്, ആരെങ്കിലും ഇടപെട്ടിട്ടാണോ എന്തോന്നും നമുക്കറിയില്ല. 6/6 പ്രഖ്യാപിക്കുമെന്ന്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ കത്ത് കിട്ടി പിന്നെയാണോ മുഷാവറിലേക്ക് തീരുമാനത്തിനെത്തുന്നത്? അപ്പം മുഷാവറ തീരുമാനിച്ചതല്ല ഈ പറയണത്, വേറെ ആരെങ്കിലും ആണോ? അറിയില്ല, അങ്ങനെയൊക്കെ തോന്നിപ്പോവാണ്. അല്ലാഹു. പിന്നെ ഇനി ബാക്കി കാര്യം ഏത് ഇവർ പറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന 8 കാര്യങ്ങളുണ്ടല്ലോ, 6 കാര്യം ഇതിലുള്ളൂ കേട്ടോ. ബാക്കി 3 കാര്യങ്ങൾ എങ്ങനെ വന്നു ചേർന്നു അറിയില്ല. അതേ സമയത്ത് ഈ മിനുട്സിന്റെ റിപ്പോർട്ടിൽ ഇനി ഇതിന് മറുപടി പറയുന്ന ആളുകൾ ഇതും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് പറയണേ. എന്താ പറയേണ്ടതെന്നറിയോ? ഇതിന്റെ മിനുട്സിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാക്കളും സമസ്തയുടെ നേതാക്കളും കൂടി ചേർന്നെടുത്ത ആ 9 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പരാമർശിക്കുന്നുണ്ട്. അവിടെ 9 കാര്യങ്ങൾ എന്ന വാക്ക് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. അധികം വന്ന ഈ 3 കാര്യങ്ങൾ സമസ്ത മിനുട്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സമസ്ത മിനുട്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഷാവറ അറിഞ്ഞിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല എന്നാണ്. ഈ 6 കാര്യങ്ങൾ എഴുതിയ ആളുകൾ 3 കാര്യം എഴുതാൻ വിടുവോ? അത് ചേർക്കേണ്ടതല്ലായിരുന്നോ? ആ 3 കാര്യങ്ങൾ, ആ വിട്ടുപോയ 3 കാര്യങ്ങൾ ഏതാ എന്ന് ഞാൻ വായിക്കാം. CIC സംബന്ധമായി വഫിയ സംവിധാനവുമായും എന്തെങ്കിലും തർക്കമുണ്ടായാൽ ആ വിഷയത്തിൽ അന്തിമ തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറക്കായിരിക്കുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പരമാധികാരത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. 3-ാം കക്ഷിക്ക് അധികാരം ഉണ്ടാവുന്ന സുപ്രീം കോടതി വിധി ഞാൻ വായിച്ചല്ലോ. പിന്നെ 8-ാമത്തെ കാര്യം, മേൽ ക്ലോസ് CIC-യുടെ നിയമാവലിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നമ്മളതിനെഴുതിയത് വിശ്വാസ കാര്യങ്ങളിൽ സമസ്ത അംഗീകരിച്ചു വരുന്ന സുന്നി വിശ്വാസ ആചാര രീതികൾ പിന്തുടരാൻ നോക്കണേ. സുന്നി വിശ്വാസ ആചാര മാലി മൗലൂദും ഒക്കെ പെടാൻ വേണ്ടിയിട്ട് നമ്മൾ വിശദമായിട്ട് എഴുതിയിരിക്കുകയാണ്. കുറച്ചിക്കല്ല, ഒഴിഞ്ഞു മാറിയിക്കല്ല. ആചാര രീതികൾ പിന്തുടരാൻ ഈ സംവിധാനം പ്രതിജ്ഞാബദ്ധമാണ്. മേൽക്കാര്യം നിയമാവലിയിൽ ഉള്ളതാണ്. ഇനി ചേർത്തിട്ട് വേണ്ട, ചേർത്തേണ്ടത് ഇനി വേണ്ട, ഇതുണ്ട്, നേരത്തെ തന്നെ ഉണ്ട്. CIC സെനറ്റിലും, കാരണം നമ്മളിത് ഇടക്കാലത്ത് വെച്ച് ചേർത്തിക്കോളാൻ പറഞ്ഞാൽ ഇതുവരെ എല്ലാം സമ്മതിക്കലാവൂലേ. CIC സെനറ്റിലും സിൻഡിക്കേറ്റിലും സമസ്ത മുഷാവറ നിർദ്ദേശിക്കുന്ന പ്രതിനിധികളെ ഉൾപ്പെടുത്തേണ്ടതാണ്. 9-ാമത്തെ ക്ലോസ്.
അതിന് നമ്മൾ കൊടുത്ത മറുപടി 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള ഭരണഘടന അനുസരിച്ചാണ് CIC പ്രവർത്തിക്കുന്നത്. മേൽ ഭരണഘടന പ്രകാരം നിലവിൽ തന്നെ സമസ്തയുടെ മുശാവറ അംഗങ്ങളും പണ്ഡിതന്മാരും ഉമറാക്കളും CIC ബോഡികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭരണഘടനാ പ്രകാരം ഇനിയും മെമ്പർമാർക്ക് അംഗമാകാവുന്നതാണ്. ഭരണഘടനാ പ്രകാരമേ അത് ആകാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് ആക്കേണ്ടത് എന്ന് നന്ദി ദാറുസ്സലാമിൻ്റെ ഭരണഘടനയിൽ ഞാൻ നേരത്തെ പറഞ്ഞൊന്നും ഇനി ആവർത്തിക്കേണ്ടതില്ല. അത് അതിൻ്റെ രീതിയാണ്, ആ രീതിയിലേ അത് പറ്റുണ്ടാവുള്ളൂ. അപ്പം അത് നേരത്തെ തന്നെ അതുണ്ട്, ഇനിയും അങ്ങനെ ആക്കാവുന്നതാണ്. ഇതന്നെയല്ലേ നമ്മൾ സമ്മതിക്കേണ്ടത്. ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ 9 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് കടന്നോട്ടെ. 9 കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. സർവത്ത് സൗലത്ത് ഫിഖ്ഹുൽ മുയസ്സർ. സർവത്ത് സൗലത്തിൻ്റെ ഗ്രന്ഥത്തിൽ, അഥവാ അത് ബിദഈ ആശയക്കാരുടേതാണ് എന്നുള്ള അപ്പോൾ കാതലായ വശം, നമ്മളിത് പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിച്ചിട്ടില്ലേ, സിലബസിലുണ്ടോ ഇല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ കാതലായ വശം എന്താണ്? അത് ബിദഅത്തുകാരുടേതാണ് എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന നൂറുൽ യഖീൻ, അതിൽ ബിദഅത്തിൻ്റെ ആശയങ്ങൾ ഉണ്ടോ ഇല്ലേ? എൻ്റെ അടുത്തൊരു സിലബസ് ഉണ്ട്, എല്ലാം ഒന്നായിക്കോട്ടെ വെച്ചിട്ട് ഇതൊന്നും അന്തിൻ്റെ തന്നെയാണ്, പലതാവണ്ടല്ലോ. ഇതിൽ ഈ സിലബസ് പ്രകാരം മർഹലൽ ആലിയയിൽ അസ്സഫ് സാലിസിൽ നൂറുൽ യഖീനാണ് ചരിത്ര ഗ്രന്ഥമായി പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിനെ അടക്കം വഹാബി ആശയപ്രകാരം അവതരിപ്പിക്കുന്ന നൂറുൽ യഖീൻ എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മുടെ അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ അതെന്താ ആരുടെയും കണ്ണിൽ പെടാതെ പോകുന്നത്? അതിനൊരു കുഴപ്പമില്ല. കാരണം എന്താ? നല്ല കെൽപ്പുറ്റ സമസ്തയുടെ ശക്തരായ പണ്ഡിതരാണ് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വല്ലതും വന്നാൽ ഇടപെട്ടുകൊണ്ട് അങ്ങനെയല്ല അത് ഇങ്ങനെയാണെന്ന് തിരുത്താനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ആ കോൺഫിഡൻസിലാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ എന്തിനാ അത് എടുത്തു എന്നുള്ളത്? അതതിൻ്റെ ഭാഷാ വൈഭവം കൊണ്ടും അതിൻ്റെ ക്രമീകരണ മെച്ചം കൊണ്ടും ആ പുസ്തകത്തിന് ചില പ്രത്യേകതകൾ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നൂറുൽ യഖീൻ, ഖുദരീബക്കിൻ്റെ നൂറുൽ യഖീൻ. പിന്നെ ഞാൻ സർവ്വസൗരത്തിനെ കുറിച്ച് നമ്മൾ പറയണോ? അതേ സമയത്ത് സർവ്വസൗരത്തെ നമ്മുടെ സിലബസിലില്ല എന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ താരീഖ് പഠിപ്പിക്കണം, ഇന്ന ഭാഗങ്ങൾ പഠിപ്പിക്കണം, ഇന്ന വിഷയങ്ങൾ പഠിപ്പിക്കണം എന്നാണ് സിലബസ് പറയുന്നത്. ആ ഭാഗങ്ങൾ പഠിപ്പിക്കാൻ ഏതുണ്ട് ഗ്രന്ഥമെന്ന് അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കൈവന്ന ഗ്രന്ഥം സർവ്വ സൗരത്തായതുകൊണ്ട് അതിനെ ഈ നൂറുൽ യഖീനൊക്കെ ഉൾക്കൊള്ളിച്ച രീതിയിൽ തന്നെ ചില സ്ഥാപനങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിതരണം ചെയ്യാൻ നമ്മുടെ പബ്ലിഷിംഗ് ബ്യൂറോ ശ്രമിച്ചിട്ടുണ്ട്. സത്യം പറയാലോ, നമ്മളൊക്കെ ആദരിക്കുന്ന നമ്മുടെ സുഹൃത്തായിരുന്നു, നമ്മൾ ഇബ്രാഹിം വൈശി പേരാലായിരുന്നു അതിൻ്റെ അന്നത്തെ ആള്. അത് വല്ല കുഴപ്പമുള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ മൂപ്പരെന്ന് എതിർക്കൂലായിരുന്നോ? നമ്മൾ മൂപ്പരൊക്കെ സമസ്തയുടെ ആളുകളല്ലേ, മൂപ്പരെ എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല, മൂപ്പരത് പഠിപ്പിച്ചിട്ടുണ്ട്. വാഫി കോളേജിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത എതിർപ്പ് പിന്നെ എങ്ങനെയാണ് എതിർപ്പായി മാറിയത്? ഇനി നൂറുൽ യഖീൻ്റെ കാര്യം മാത്രമാണോ ഇത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കൂട്ടത്തിൽ ഫിഖ്ഹുൽ മുയസ്സറും കൂടി പറഞ്ഞോട്ടെ. ഫിഖ്ഹുൽ മുയസ്സർ എന്ന് പറയുന്നത്, ഞാൻ ഈ കിതാബായിട്ടാണ് വന്നിരിക്കുന്നത്, ഇനി കുറേ കാലമായല്ലോ കേൾക്കണമെന്ന് കണ്ടാളി. ഫിഖ്ഹുൽ മുയസ്സർ എന്ന് പറഞ്ഞ് വാഫിയിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ഇതാണ്. ഈ ഗ്രന്ഥത്തിൽ പിന്നെ തറാവീഹിനെ കുറിച്ച് പറയുന്നുണ്ട്. തറാവീഹിനെ കുറിച്ച്, അതായത് അൽ മുഅക്കദു മിനൻ നവാഫിൽ എന്ന് പറയുന്ന ഭാഗത്ത്, സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് വിത്റും സ്വലാത്തുല്ലയിലും സ്വലാത്തുൽ ദുഹയും ഒക്കെ പറഞ്ഞിട്ട് സ്വലാത്തു തറാവീഹ് പറയുന്നുണ്ട്. ഒരു വിരോധാഭാസമാക്കണം. തുടങ്ങണത് തന്നെ എങ്ങനെയെന്നറിയോ? വഹിയ ഇശ്റൂന റകഅത്തൻ, വഹിയ ഇശ്റൂന റകഅത്തൻ. കാണിക്കാല്ലേ, ഇനി വേണമെങ്കിൽ ഈ കോപ്പി കിട്ടും, നിങ്ങൾക്ക് CIC ചെന്നാൽ കിട്ടും. 20 റകഅത്താണ് പറഞ്ഞത് തുടങ്ങണത് തന്നെ. എന്നിട്ട് നമ്മളത് 8 റകഅത്തുള്ള ഗ്രന്ഥം പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ 2012 മുതൽ നമ്മുടെ സിലബസിൽ ഇതുണ്ട്. അതിനു മുമ്പ് മത്നുൽ ലുഗായ ആയിരുന്നു. നമ്മൾ CIC-യുമായി ബന്ധപ്പെട്ട് 2004 ആധികാരികമായിട്ട് രജിസ്റ്റേർഡ് ആയിട്ട് വന്നിട്ടുള്ള ഈ CIC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് ചില പരിപാടിയുണ്ട്. പണ്ട് നിങ്ങൾ അയിക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ, അത് പണ്ടൊരു ചെന്നായിക്ക് ആടിനെ തിന്നണം, അപ്പോൾ ഏതുണ്ടാക്കണം. അപ്പം എന്താട്ടി, ആട്ടുംകുട്ടി പാവം വെള്ളം കുടിക്കാൻ വന്നതാണ്. അപ്പോൾ ചെന്നായി അടുത്തുവിട്ട് വന്ന്, ഇജലടാ ഈ വെള്ളം കലക്കിയത് തന്നെ. ഞാൻ കലക്കിയിട്ടില്ലാന്ന്. ഇജല കലക്കിയത്? ഞാൻ കലക്കിയിട്ടില്ല. എന്നാൽ പണ്ട് എൻ്റെ വല്യാപ്പ കലക്കിയിരുന്നു. അപ്പം വരും പറഞ്ഞാൽ ചെന്നായി ആടിനെ തിന്ന്.
ആടിനെ തിന്നലാണ് മുറാദെങ്കിൽ പിന്നെ അതങ്ങോട്ട് പറയാം, അതിന് വെള്ളം കലക്കിയ വിഷയം പറയരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നേരത്തെ CIC പബ്ലിഷിംഗ് ബ്യൂറോയുടെ കാര്യം പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് കാര്യമായി എതിർക്കുകയും പാനൽ ചർച്ചകൾ നടത്തുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ CICയിൽ ഉണ്ടായിരുന്നു. CICയിലെ ഇരിങ്ങാട്ടിരി സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളായിരുന്നു അദ്ദേഹം. അന്ന് പറയേണ്ടതില്ലായിരുന്നോ? 2019 വരെ CICയുടെ MPTA ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് പറഞ്ഞുകൂടായിരുന്നോ? അന്നൊന്നും പറയാതെ അന്ന് കൂടെ നിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മെക്കുറിച്ച് വലിയ വലിയ വാക്കുകൾ സംസാരിച്ച് നമ്മളെ കട്ടക്ക് കൂടെ നിൽക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ ഇതാ ഹാസമ ഫജറ എന്നുള്ളത് അത്ര ശരിയല്ലട്ടോ. ഇത് ജനങ്ങൾ മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാണ്. സിലബസിൽ ഇത്തരം കാര്യങ്ങൾ വരിക എന്ന് പറയുന്നതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താണെന്നറിയോ? ആ വിഷയത്തിൽ ഇപ്പം നൂറുൽ ഹഖീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ഓതുന്ന ചില കിതാബുകളുണ്ടല്ലോ, ഉദാഹരണം ഷർഹു തഹദീബ്, അത് ആരുടേതാണ്? അബ്ദുല്ല യസ്ദിയുടേതാണ്. അദ്ദേഹം ആരാണ്? ഷിയയാണ് അല്ലേ? നമ്മൾ ഓതുന്ന മറ്റൊരു കിതാബ്, ഇതൊക്കെ പള്ളി ദർസുകളിലും കാര്യമായിട്ട് എല്ലായിടത്തുള്ള കിതാബാണ്. വേറൊരു കിതാബിൻ്റെ പേരാണ് തശ്രീഹുൽ അഫ്ലാഖ്. അത് ആരുടേതാണ്? ബഹാവുദ്ദീൻ ആമിലിയുടേതാണ്. ആളാരാണ്? ഷിയയാണ്. അതിനൊക്കെ അപ്പുറത്ത് കശാഫ് എന്ന് ആര് നാടന്മാരെ കേട്ടിട്ടുണ്ടാവും. തഫ്സീറിൻ്റെ ഗ്രന്ഥമാണ്, ഖുർആന്റെ വ്യാഖ്യാനാണ്, ഭാഷാ വൈഭവം കൊണ്ട് പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ആ അർത്ഥത്തിൽ അതിന് ദർസുകളിൽ ഉപയോഗപ്പെടുത്താറുണ്ട്, കോളേജുകളിൽ ഉപയോഗപ്പെടുത്താറുണ്ട്, ലൈബ്രറികളിലുണ്ട്. കശാഫ് ഇല്ലാത്ത ലൈബ്രറി ഉണ്ടാവുമെന്ന് ചോദിച്ചു നോക്കി. ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ ഒരു ഖുർആൻ റിസർച്ച് പരിപാടി നടത്തിയിരുന്നു. അതിന് ബഹുമാനപ്പെട്ട MT ഉസ്താദ് അവരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത്. അന്ന് കശാഫ് ഉണ്ടായിരുന്നു റെഫറൻസ് ഗ്രന്ഥമായിട്ട്. കശാഫ് ആരുടേതാ? മുഅ്തസിലിയുടേതാണ്. സുന്നിയല്ല. അപ്പൊ ഇതൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ അതിൻ്റെ ആളുകൾ, ഇത് ഡോക്ടേഴ്സിന്റെ കയ്യിലല്ലേ കിട്ടുന്നത്, അവർ അതിൻ്റെ വിധത്തിൽ കൈകാര്യം ചെയ്യൂലേ? ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മുഅ്തസിലിയുടെ കശാഫ് ഉണ്ട് എന്നതിനെ എതിർക്കല്ല, അത് അങ്ങനെയാണ് എന്ന വസ്തുത നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. കബളിപ്പിക്കുന്ന ശ്രമങ്ങളെ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞതിൻ്റെ ആകെ ചുരുക്കം. നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. വാഫി 8 റക്അത്ത് തറാവി എന്ന് പഠിപ്പിച്ചു. അങ്ങനെ വാഫി 8 റക്അത്ത് തറാവി പഠിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ 8 മാത്രം നിസ്കരിക്കുന്ന ഒരു വാഫിയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരു വാഫിയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഉമ്മയോടോ ഉപ്പയോടോ ഏതെങ്കിലും മകനോ മകളോ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്, അങ്ങനെ പഠിച്ചിരിക്കുന്നു ചില ആൾ പറയുന്നുണ്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്, ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് തറാവിഹി 8 റക്അത്താണ് എന്ന് പറയുന്ന ഒരു കുട്ടിയെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനാണത് പറയണത്? നമ്മൾ 20 റക്അത്ത് തന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. 20 റക്അത്ത് നമ്മളെ കിതാബിൽ, ഈ കിതാബിൽ 20 റക്അത്ത് എന്ന് 8 റക്അത്ത് പഠിപ്പിക്കേണ്ട ആൾക്കാരെ എത് ചേർക്കുന്നത്? നമ്മളിറക്കിയതല്ലേ. നമ്മളിറക്കിയെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ക്രമീകരിച്ച് ഇറക്കി നടത്തട്ടോ, കിതാബ് നമ്മളതൊന്നല്ല. അപ്പം നമുക്ക് കാര്യം മനസ്സിലാവുകയാണ്, തീർച്ചയായിട്ടും കാര്യം മനസ്സിലാവുകയാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ ലഭ്യത കുറവ് കൊണ്ട് സർവത്ത് സൗലത്ത് പോലത്തെ യുദ്ധങ്ങളെ ആളുകൾ ആശ്രയിക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ച കൂട്ടരും കൂടി നമ്മൾ. ബഹുമാനപ്പെട്ട കുട്ടി ഉസ്താദ് അവരുടെ ഖിലാഫത്തിൻ്റെ 30 സംവത്സരങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം ആഘോഷപൂർവ്വമാണ് നമ്മൾ അതിനെ വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇസ്ലാമിക ചരിത്രം എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് സയ്യിദ് വാഫി മമ്പുറം ഇറക്കിയ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം അതിനടുത്തെത്തിയിരിക്കുന്നു. ചട്ട പ്രകാശനം ചെയ്തു. അത് ഇതേ വിഷയങ്ങളാണ്. ഇത് പരിഹാരമുണ്ടാക്കാനും കൂട്ടത്തിൽ വാഫി സമ്പ്രദായം ശ്രമിച്ചിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ വിലപിച്ച് പറയുന്ന ഒരു വാസ്തവം, ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവറുകളെ മുബത്തദിയാക്കിയിട്ട് മതവിരുദ്ധനാക്കിയിട്ട് അതിൻ്റെ അക്കാരണത്താൽ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ, അക്കാരണത്താൽ വാഫിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളെ ഒന്ന് കേൾക്കണേ എന്ന് നിരന്തരമായി പറഞ്ഞിട്ട് ഒറ്റത്തവണ പോലും കേട്ടിട്ടില്ല. ആ വിഷയത്തിൽ ഒറ്റത്തവണ പോലും കേട്ടിട്ടില്ല. പക്ഷെ നിരന്തരം കേട്ടു എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില ആളുകൾ വന്ന് പറയണത്. അവിടെ ഒരു പോസ്റ്റ് കൊണ്ട് 1 കോടി തരാമെന്ന്, അതിന് എത്ര കോടിയും പറയാൻ കനത് കൊടുക്കേണ്ടി വരില്ല. ഒറ്റത്തവണയും കേട്ടിട്ടില്ല. കേട്ടത്, അപ്പം കേട്ടിട്ടില്ല എന്ന്, കേട്ടിട്ടുണ്ട്. കേട്ടത് ഔദ്യോഗികമായിട്ട് നമ്മളെ വിളിച്ചിട്ട്
വിചാരണ ചെയ്യും വിധത്തിൽ നമ്മളെ കേട്ടിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് 2 തവണ. ഒന്ന് 30/8/21 വെളിമുക്ക് ക്രസന്റിൽ വെച്ചുകൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി നമ്മളെ വിളിച്ചു. അപ്പോഴാണ് ഒന്ന് കേട്ടത്. രണ്ടാമത് കേട്ടത് 23/11/21 ചേളാരി സമസ്താലയത്തിൽ വെച്ചുകൊണ്ട്. ഈ 2 തവണ നമ്മളോട് പറഞ്ഞപ്പോൾ കുട്ടികളുടെ വിവാഹപ്രായത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റിസ് കമാൽ പാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരം നമ്മൾ മുമ്പൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പക്ഷേ കത്തുകളുടെ നാൾ വഴികൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ കാര്യങ്ങളല്ലാതെ 10-11ഓളം കത്തിടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നിൽ പോലും നിങ്ങൾ വിധേയികളാണ് എന്ന ഒരു വരി പോലുമില്ല. നിങ്ങൾ വിധേയത്വം നടത്തരുത് എന്ന ആക്ഷേപവും അതിലില്ല. ആ ഔദ്യോഗികമായിട്ട് നിന്ന ആ കത്തിലൊന്നും അതില്ലാതെ നിരന്തരം ഞങ്ങളെ കേട്ടു എന്നും ഹക്കീം ഉസ്താദിനെ കേട്ടു എന്നും ഹക്കീം ഉസ്താദ് അവറുകൾ മുബത്തദിയാണെന്ന് തെളിയിച്ചു എന്നും പറയുന്ന വിധത്തിൽ ജനങ്ങളെ എന്തിനാണ് കബളിപ്പിക്കുന്നത്? കബളിപ്പിക്കരുത്, ആരും ആരെയും കബളിപ്പിക്കരുത്. ഇതിനൊരു കാര്യം കൂടി പറയട്ടെ, ഇത് ജനങ്ങൾ മനസ്സിലാക്കാൻ പറയണം. ജനങ്ങൾ ആലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊന്നും നമ്മൾ ആൾക്കാരല്ല. ജനങ്ങൾ അങ്ങനെ ഒരാൾ ബിദഅത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുകയാണെങ്കിൽ എന്താണ് അതിന് ചെയ്യേണ്ടുന്ന ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ എന്താണെന്നറിയോ? തസബ്ബുത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇഖാമത്തുൽ ഹുജ്ജത്തിനെ കുറിച്ച് പറഞ്ഞ ഇഖാമത്തുൽ ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രമാണങ്ങൾ നിരത്തി സത്യം ബോധ്യപ്പെടുത്തുക. ഇഖാമത്തുൽ ഹുജ്ജ പ്രമാണങ്ങൾ നിരത്തി സത്യം. ഒരാൾ മുബ്തദിയാണ് എന്ന് അല്ലെങ്കിൽ ഒരാൾ മുർത്തദ്ദാണ് എന്ന് ആർക്കെങ്കിലും എതിരെ ആർക്കെങ്കിലും ആരോപിക്കണമെങ്കിൽ ആദ്യമായി തസബ്ബുത്ത് അത് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പുവരുത്താനുള്ള സ്ഥിരീകരണം നടത്തണം, അന്വേഷണം നടത്തണം. രണ്ടാമതായിട്ട് ഇഖാമത്തുൽ ഹുജ്ജത്ത് തെളിവ് നിരത്തി കക്ഷിയെ ബോധ്യപ്പെടുത്തണം. മൂന്നാമതായിട്ട് തഅ്വീലിന്റെ കാര്യം പറയുന്നുണ്ട്, അയാൾക്ക് എന്തെങ്കിലും ന്യായ വ്യാഖ്യാനങ്ങളുണ്ടോ എന്ന് നോക്കണം. നാലാമതായിട്ട് അദ്മുൽ ഇനാദ്, ഈ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് സമ്പൂർണ്ണമായിട്ടും അയാൾ ഒരു മുബ്തദിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടും സൗകര്യം കേൾക്കാൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ആളെ മുബ്തദിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളൂ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഞാൻ 1-2 ഇബാറത്തുകൾ പറയാം. എന്താ ഇബാറത്ത് എന്നറിയോ? ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവറുകൾ അൽ ഫതാവൽ ഹദീസിയ പേജ് നമ്പർ ദാറുൽ ഫിക്കറിന്റെ പതിപ്പാണ്, പേജ് അതിലില്ല എന്ന് പറയരുത്. പിന്നെ ദാറുൽ ഫിക്കറിന്റെ പതിപ്പിൽ 295, 296 പേജുകളിലായിട്ട് പറയുന്ന ഒരു ഇബാറത്ത് ബിദ്അത്ത് ആരോപിക്കുന്നതിലെ ഗൗരവത്തെ കുറിച്ചിട്ടാണ്. വലാ യജൂസു ലി അഹദിൻ അൻ യുകഫിറ അഹദൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഒരാൾക്കും തക്ഫീർ കാഫിറാക്കുന്ന പരിപാടി അനുവദനീയമല്ല. വലാ യുബദ്ദിഅഹു, തബ്ദീഉം പാടില്ല, അവനെ മുബ്തദിയാക്കാനും പാടില്ല. എന്ത് കാരണത്താൽ? ബി മുജറദി ഹവാഉ, കൊട്ടക്കണക്കിന് എന്നല്ലേ അർത്ഥം പറയേണ്ടത്. ബി മുജറദി ഹവാഉ, അവനങ്ങോട്ട് തോന്നിയ കാരണത്താൽ. ബൽ, പക്ഷേ ലാ ബുദ്ദ മിന തസബ്ബുത്തി താമ്മി വ ഇഖാമത്തിൽ ഹുജ്ജത്തിൽ വാലിഹത്തി അല്ലത്തി ലാ ശുബ്ഹത ഫിഹാ, ഒരു സംശയത്തിനും സ്കോപ്പില്ലാത്ത വിധത്തിൽ കൃത്യമായി സ്ഥിരീകരണം നടത്തി പ്രമാണങ്ങൾ നിരത്തി ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല. ഇബ്നു ഹജർ തങ്ങൾ രണ്ടാമത്തെ ഇബാറത്തുകൾക്ക് അദ്ദേഹം തന്നെ തുടർന്ന് പറയുന്നു, മാദാമലിൽ ഖൗലി വജ്ഹും ഫിൽ ലുഗ, ഭാഷാപരമായി വ്യാഖ്യാന സാധ്യത വല്ലതുമുണ്ടെങ്കിൽ ഔ ഫി മദ്ഹബി മിൻ മദാഹിബിൽ മുജ്തഹിദീൻ, 4 മദ്ഹബ് അതിൻ്റെ അപ്പുറത്തൊക്കെ പോകുമ്പോൾ മുജ്തഹിദീങ്ങളായ ആളുകളുടെ മദ്ഹബ് പ്രകാരം ഏതെങ്കിലും ഒരു വ്യാഖ്യാന സാധ്യത ഉണ്ടെങ്കിൽ ഫലാ യജൂസു റംയു ബിൽ ബിദ്അ, ബിദ്അത്ത് കൊണ്ട് ആളെ ആക്ഷേപിക്കാനും ആരോപിക്കാനും പാടില്ല. ഒരു ഇബാറത്തും കൂടി കേൾക്കുക. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കല്ലോ, ആരും പഠിപ്പിക്കല്ലോ. ഞങ്ങൾ എന്തുകൊണ്ടാണ് കേട്ടിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ തെളിവ് നേരത്തെ മാത്രമാണ് ചെയ്യുന്നത്. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളവറുകൾ ഫതഹുൽ ബാരി വോള്യം 12 പേജ് നമ്പർ 304 പറയുന്നു, ഫമൻ കാന മിനൽ മുഅ്മിനീന മുജ്തഹിദൻ ഫീ ത്വലബിൽ ഹഖ്, ഒരു ശരി കണ്ടെത്താൻ അധ്വാനിച്ച് പരിശ്രമിക്കുന്ന ഒരാൾ ഫഅഖ്തഅ, പക്ഷെ അയാൾക്ക് പിഴവുപറ്റി, ലം യുകഫിർ ബിദാലിക, അക്കാരണം കൊണ്ട് അയാളെ കാഫിറാക്കുക. എന്ന് വെച്ചാൽ അയാൾ നടത്തിയ ഗവേഷണ പ്രകാരം കുഫറാണ് എന്ന് മനസ്സിലാകുന്ന ചില സംഗതികൾ അയാളിൽ നിന്ന് സംഭവിച്ചു പോയി, എന്നാൽ അക്കാരണം കൊണ്ട് അയാളെ കാഫിറാക്കരുത്. ബൽ യുഅദർ, പക്ഷെ അയാൾക്ക് അതിൽ ഇളവ് കൊടുക്കണം. എന്നുവെച്ചാൽ ഇത് ഗവേഷണം നടത്തിയ പറ്റിയൊരു അബദ്ധല്ലേ, അല്ലാതെ ബോധപൂർവ്വം നിയത്ത് വെച്ച് ചെയ്തതല്ലോ എന്നർത്ഥം. വഇൻ കാന ഖദ് യുസമ്മ മുബ്തദിയൻ, അക്കാരണം കൊണ്ട് അയാൾ മുബ്തദിയാണെന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിന്ന് വെക്കുക. ആ പറഞ്ഞ വാക്കോ ഈ ക്ലിപ്പോ കേട്ടിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ക്ലിപ്പിൽ വഞ്ചിതരാകല്ലേ. ഒന്നതിൻ്റെ അപ്പുറം പൊടി കേൾക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കണേ. ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നല്ലോ, എന്താ പ്രസംഗിച്ച് ഇവർ കുഴങ്ങിക്കണ്. അപ്പോൾ ഫിക്കിൻ്റെ കാര്യങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂപ്പര് നായ്ക്കളെ എന്നും പറഞ്ഞ് എന്നിട്ട് വെള്ളം കുടിച്ചായിരുന്നു. മൂപ്പര് കുഴങ്ങിയിട്ടാണ് വെള്ളം കുടിച്ചായിരുന്നു. വെള്ളം കുടിച്ച് കഴിഞ്ഞ ശേഷം വന്നുകാണ്ട് പറഞ്ഞു, നനവോടെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന്. ക്ലിപ്പ് കേട്ടാലുള്ള കുഴപ്പം എന്താ?
സദസ്സിനെ അങ്ങനെ അപമര്യാദയായി പേര് വിളിച്ചു എന്നാണ്. മൂപ്പര് വെള്ളം കുടിച്ചാൽ ഇരുന്നതാണെന്നുള്ളത് കണ്ടോൽക്കേ മനസ്സിലാവുള്ളൂ, കേട്ടോൽക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ക്ലിപ്പിൽ വഞ്ചിതരാകരുത്. കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ നോക്കണം. അങ്ങനെ മുബ്തദി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ മൂപ്പന്റെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് അങ്ങനെ തോന്നുകയാണ് ഒരാൾക്ക് എങ്കിൽ, ഇത് എന്തിനു വേണ്ടി എഴുതി വെച്ചതാന്ന് ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ വല്ലാത്ത കൗതുകം തോന്നിപ്പോവുകയാണ്. ഈ സാഹചര്യത്തിന് ഇത്രമേൽ ഫിറ്റല്ല ഇത്. അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോട് പറയാണ് ലാക്കിൻ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ലാക്കിൻ ലാ തജ്രി അലൈഹി അഹ്കാമുൽ മുബ്തദിഅ, മുബ്തദി എന്ന വിധികളൊന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്താൻ പാടില്ല. അൽ മുഗല്ലദ, പരുഷമായ കഠിനമായ വലിയ ഇടങ്ങാറാണ്. സുന്യേ ഇജ് മുബ്തദിയാടോ, മാർഗഭ്രംശം വന്നവനാടോ, നീ മതവിരുദ്ധനാടോ, നീ ആശയവ്യതിയാനം സംഭവിച്ചവനാടോ എന്ന് ഒരു സത്യവിശ്വാസിയോട് പറഞ്ഞാൽ കരളു പൊള്ളുവേ. മുഗല്ലദ, ആ വാക്കൊന്നും ഉപയോഗിക്കരുതിട്ടാന്ന്. ഇതൊക്കെ കേൾക്കുന്ന ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കണോ? സുന്നത്ത് ജമാഅത്ത് എന്താണ് എന്ന് കണ്ണീരിലൂടെയും ഗദ്ഗദഖണ്ഡമായ വാക്കുകളിലൂടെയും മനസ്സിലാക്കിയ ഞങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞോട്ടെ. ഒരു ദിവസം വളാഞ്ചേരി മർക്കസിലാണ് ഞാൻ ഈ വിനീതം പഠിച്ചത്. പഠിക്കുന്ന സമയത്ത് മൗലൂദ് പരിപാടി നടക്കുകയാണ്, നബിദിനാഘോഷം നടക്കുകയാണ്. മുജാഹിദീങ്ങളുടെ നബിദിനാഘോഷം ഒന്നും തെറ്റിദ്ധരിക്കരുതിട്ടോ. ഞങ്ങൾ മൗലൂദാഘോഷം അന്ന് നടത്താറുണ്ട്, ഇന്നും നടത്താറുണ്ട്. അല്ലെങ്കിൽ ഒരു കൗതുകല്ലേ, കുനൂത്ത് ഓതുന്ന മുജാഹിദ്, കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുജാഹിദ്, മരിച്ചവർക്ക് തുറക്കണ മുജാഹിദ്, നബിദിന പരിപാടി നടത്തുന്ന അങ്ങനെ ഒരു മുജാഹിദ് ഉണ്ടോ? ഇതൊരു ഹൈബ്രിഡ് വേർഷനാണല്ലോ. അങ്ങനെ ഒരു മുജാഹിദ് ഉണ്ടോ? അതൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാലും നിങ്ങൾ അതാണ് എന്ന് പറയുന്നത് ശരിയാണോ? ഈ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് മലയാള പ്രഭാഷണത്തിന് ജൂറിയായിട്ട് നിൽക്കാൻ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവറുകളെ വിളിക്കാൻ വേണ്ടി പോയത്, അതിൻ്റെ ഒരു ഉത്തരവാദിത്വമുള്ള വിനീത വ്യക്തി എന്ന നിലക്ക് പോയത് ഞാനായിരുന്നു. ഞാൻ കതകിന് മുട്ടി. അപ്പോൾ ഉള്ളുന്ന് ആ എന്നൊരു ശബ്ദം. തുറക്കാനുള്ള സമ്മതമാകുമെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ തുറന്നപ്പോൾ ഇദ്ദേഹം, ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. കയ്യിലൊരു ഗ്രന്ഥമുണ്ട്. ഇതെന്താപ്പം ഇങ്ങനെ കരയിപ്പിച്ചത്? മൗലൂദ് കിതാബാണേ. മൗലൂദ് കിതാബ് എടുത്തിട്ട് കരയുന്ന ഈ മനുഷ്യനെ മുജാഹിദാക്കി എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പൊള്ളൂലേ, വേദന ഉണ്ടാവൂലേ? എന്നിട്ടും ഒന്നും പറയാതെ പൊതുസമ്മേളനം നടത്താതെ ഞങ്ങൾ നടന്നില്ലേ? അത് ഈ ഉമ്മത്തിൻ്റെ ഐക്യം തകരരുതെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ? ഇത് സാദിഖ് അലി തങ്ങളോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ സാദിഖ് അലി തങ്ങൾക്ക് അത് മനസ്സിലായ ഒരു കാര്യമാണല്ലോ. സാദിഖ് അലി തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയല്ലേ? സാദിഖ് അലി തങ്ങൾ സമസ്ത പറഞ്ഞത് കേട്ടില്ല എന്ന് നിങ്ങൾ പറയല്ലേ? പിന്നെ എന്താ ഉണ്ടായത്? വഴിയെ ഞാൻ പറയാം. വെറുതെ ആളുകളെ കബളിപ്പിക്കുന്നത് എന്തിനാണ് ഇതിൻ്റെ പേരിലൊക്കെ? ഹദ്ദാദ് ചെല്ലുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടാകും. ഇവിടെ വാഫികളെക്കാൾ അപ്പുറം മറ്റുള്ള ആളുകളായതുകൊണ്ട് ചില ആളുകളെങ്കിലും ഉണ്ടാകും. എന്താ പറഞ്ഞു എന്നറിയോ? ഹദ്ദാദ് നടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കുട്ടികളെ ഹദ്ദാദിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോൾ കുട്ടികൾക്കൊരാവേശം പോരാ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ എന്താ ചെല്ലുന്നതെന്നറിയോ? തൗഹീദിൻ്റെ കലിമത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ആവേശത്തിൽ ചെല്ല് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉത്ബോധിപ്പിച്ചിരുന്ന ആൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കണ്ണ് നനയിപ്പിക്കുന്ന കഥകൾ പറഞ്ഞിരുന്ന ആൾ. കെ അബൂബക്കർ ഹദറത്ത് അവറുകൾ അടക്കമുള്ള മഹാന്മാരായിട്ടുള്ള ഉസ്താദുമാരെ, ഗുരുവര്യന്മാരെ കുറിച്ച് പറയുമ്പോൾ തൊണ്ടമിടറാറുള്ള ആൾ, ഇത്ര ഇക്രാം നമുക്ക് പഠിപ്പിച്ചു തന്നയാൾ. ഈ ആളെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നിരാശ തോന്നൂലേ, സങ്കടം തോന്നൂലേ? ആ ആളെ നിരന്തരമായി കേട്ടു, ഒറ്റ തവണയും കേട്ടിട്ടില്ല. കേട്ടു എങ്കിൽ ഇനി നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ വാദിക്കണേ. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയണം. ആര് കേട്ടു, എപ്പോൾ കേട്ടു, എവിടെ കേട്ടു, എന്ത് ചോദിച്ചു, എന്ത് പറഞ്ഞു, എന്ത് തീരുമാനിച്ചു, അതും കൂടി വ്യക്തമാക്കിയിട്ട് ഇനി അത് പറയാൻ പാടുള്ളൂ. അല്ലാഹ്. ഇനി സമസ്തയുടെ ഒരു ശൈലിയുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് ഇബാറത്തുകളൊക്കെ വായിച്ചല്ലോ. ആർക്കെങ്കിലും എതിരെ സംശയാസ്പദമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സമസ്ത, ബഹുമാനപ്പെട്ട സമസ്ത, ഈ കാര്യത്തിൽ പണ്ട് മുതലേ കാണിച്ചു പോരുന്ന ഒരു തരം സൂക്ഷ്മതയുണ്ട്. ആ സൂക്ഷ്മത ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്.
ആ സൂക്ഷ്മത എന്താണെന്നറിയോ? ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ ആലുവ തരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന യൂസുഫ് സുൽത്താനുമായി ബന്ധപ്പെട്ട ഒരു ത്വരീഖത്തിനെ കുറിച്ചുള്ള വിവാദം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നല്ലോ. ആ വിഷയത്തിൽ 1/12/1999 ബഹുമാനപ്പെട്ട മർഹൂം KT, എൻ്റെ വകയാണ് മർഹൂം എന്നുള്ളത്, ഇതിലുള്ളതല്ല, KT മാനു മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗ തീരുമാനം എറണാകുളത്തെ യൂസുഫ് സുൽത്താനെ സംബന്ധിച്ചും എറണാകുളം റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ പരാതിയെക്കുറിച്ച് റേഞ്ചിനോട് വിശദീകരണം ചോദിച്ചതിൽ അവർ തന്ന മറുപടി വായിച്ചു ചർച്ച ചെയ്തു. മേൽ വിഷയത്തിൽ അവിടെ പോയി നേരിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ MT അബ്ദുള്ള മുസ്ലിയാർ, KK അബ്ദുള്ള മുസ്ലിയാർ, MKA കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ എന്നിവരെ അധികാരപ്പെടുത്തി. ഈ പേര് വായിച്ചവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ബഹുമാനരായ സമസ്തയുടെ നേതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഇനി അവിടെ നേരിട്ട് പോയി അന്വേഷണം നടത്താനാണ്. രണ്ടാമത് 15/3/2001 ചേർന്ന മുഷാവറ യോഗ തീരുമാനം എറണാകുളത്തെ യൂസുഫ് സുൽത്താനെ കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് വായിച്ച് ചർച്ച ചെയ്തു. നേരത്തെ പറഞ്ഞ തസബുത്തിനെ കുറിച്ച് തന്നെയില്ലേ ചർച്ച ചെയ്തു. റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് യൂസുഫ് സുൽത്താനോട് നേരിട്ട് അന്വേഷിച്ച ശേഷം തീരുമാനമെടുത്താൽ മതി എന്ന്. അതാണ് ഇഖാമത്തുൽ ഹുജ്ജ. അങ്ങനെ തന്നെയാണ് സമസ്ത ചെയ്തു പോരാറുള്ളത്. ഈ കാര്യത്തിലും അങ്ങനെ ഉണ്ടാവുകയാണ് വേണ്ടത് എന്നാണ്. അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 വർഷത്തോളം കഴിഞ്ഞ ശേഷമാണ് ആ കാര്യത്തിൽ സമസ്ത തീരുമാനമെടുത്തത്. ഇത് നൂരിശിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ചപ്പാരപ്പടവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഒക്കെ വിശദീകരണങ്ങൾ നേടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം അത് ഉണ്ടാവാതിരിക്കുന്നത് ഖേദകരമായ ഒരു കാര്യമല്ലേ? ഇനി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്തു ചെയ്തു എന്നതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ CIC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ ആദരണീയരായ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകളും ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി സാദ് അവറുകളും അടക്കമുള്ള ആളുകൾ വന്നിട്ട് മീഡിയയോട് പറഞ്ഞൊരു കാര്യമാണെന്ത്, ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അത് 2023 ഫെബ്രുവരി 24 അങ്ങനെ സമസ്ത നേതൃത്വം ഏൽപ്പിച്ചതിൻ്റെ പ്രകാരം ആ വിഷയത്തിൽ പരിഹാരമായി തീരുമാനിക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുന്നോട്ട് വന്നു. തീരുമാനമെടുത്തു. ഡേറ്റുകളും കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ആ തീരുമാനമെടുത്ത സമയത്ത് തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, ചില നിയമ തടസ്സങ്ങളുണ്ടായിരുന്നു, അത് നീങ്ങിക്കിട്ടിയെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ സാങ്കേതിക കാര്യങ്ങൾ ഇതിലൊക്കെ പറയേണ്ടതുണ്ട്. അത് ആവർത്തനം വിരസമാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ നീങ്ങിക്കിട്ടിയ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ഹക്കീം ഉസ്താദ് അവറുകളുടെ രാജി സ്വീകരിച്ചു. രാജി സ്വീകരിച്ചത് ഈ വിഷയം മീഡിയയോട് അറിയിച്ചു അന്ന് വൈകുന്നേരമാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് വൈകുന്നേരം പോയത്, അതായത് സാദിഖ് അലി തങ്ങളെ ഹക്കീം ഉസ്താദിനെ മാറ്റി പകരം അവിടെ ഹബീബുല്ലാ ഫൈസിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ആരാണ് ചുമതലപ്പെടുത്തിയത്? സാദിഖ് അലി തങ്ങളെ സമസ്തയാണ്. സമസ്ത ചുമതലപ്പെടുത്തിയപ്പോൾ സാദിഖ് അലി തങ്ങൾ എന്താ ചെയ്യേണ്ടത്? പരിഹാരം ഉണ്ടാക്കണം. പരിഹാരത്തിൽ എന്താണ് വിഷയം? ആരൊക്കെയോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഹക്കീം ഫൈസി ഉസ്താദ് അവറുകളെ മാറ്റിയാൽ ഈ പ്രശ്നം പരിഹാരമാകുമെന്ന് പറഞ്ഞു. എന്നാൽ ആ കടുങ്കയും CIC-യെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ഒരു ആഘാതം വേറെണ്ടോ? ഇതിനെ നട്ടു വളർത്തി നനച്ചു കൊണ്ടുവന്ന ഒരാളെ അതിൻ്റെ സ്ഥാനത്തുനിന്ന് മാറ്റുക എന്ന ആ കടുങ്കൈ തങ്ങൾ ചെയ്തിട്ടുണ്ട്. തങ്ങൾ കടുങ്കൈ ചെയ്തു എന്ന് പറഞ്ഞു നാളെ ഉൾപ്പുണ്ടാക്കാൻ നടക്കണ്ട. അത്രയും കഠിനമായ ഒരു പണി സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിൻ്റെ ഉമ്മത്തിൻ്റെ ഐക്യം നിലനിൽക്കാനും സമസ്തയുടെ കൂടെ ചേർന്ന് നിൽക്കാനും വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തു കൊടുത്തപ്പോൾ അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ പരിഹാരമാകേണ്ടതായിരുന്നു. പരിഹാരമാകാൻ അനുവദിക്കാതെ അന്ന് വൈകുന്നേരം തന്നെ പോയത് മൂർഖനാണെങ്കിൽ തിരിച്ചു വന്നത് കരിമൂർഖനായെന്ന് പ്രഖ്യാപനം നടത്തിയത് ആരാണ്? ആർക്കാണ് ഈ പ്രശ്നം തീരരുത് എന്ന് ഇത്ര ആഗ്രഹമുള്ളത്? എന്നും ഇത് കത്തി നിൽക്കണമെന്ന് ആരാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്? ജനങ്ങളെ ആരാണ് എന്നും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വലച്ചുകൊണ്ടിരിക്കുന്നത്, പ്രശ്നത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ഉമ്മത്തിന്റെ മുന്നോട്ടുള്ള ഈ കുതിപ്പിൽ ഇവിടെ നേരത്തെ വാഫി ഈ പ്രശ്നകാലത്തുണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ പ്രശ്നകാലത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളുമായ കാരണം ഒരുപാട് പുരോഗമനാത്മകമായിട്ടുള്ള ചർച്ചകൾക്ക് ഞങ്ങൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ട് എന്ന ഒരു ഖേദവും ഈ കൂട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ തടസ്സങ്ങളുണ്ടാക്കി കരിമൂർഖൻ എന്ന് പ്രയോഗിച്ചു.
ഹബീബുല്ലാ ഫൈസിയെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവറുകളോട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ഞങ്ങൾ ഇന്ന് ഇന്നയാളെ ആക്കട്ടെ എന്ന് സമ്മതം ചോദിച്ചപ്പോൾ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ അതിന് പറഞ്ഞ മറുപടി അന്ന് കൂടെ മുഷാവറ മെമ്പറായിട്ടുള്ള ബഹുമാനപ്പെട്ട കോട്ടുമല മൊയ്തീൻകുട്ടി ഉസ്താദ് അവറുകളുമുണ്ട്. ഇവർ രണ്ടാളോടും കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. സംഗതി നേരത്തെ തന്നെ സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തിയതാണ്. എന്നിട്ടും പോയി ചോദിച്ചു. ആരോട് ചോദിച്ചു? ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു ഹബീബുല്ലാ ഫൈസി ആക്കട്ടെ എന്ന കാര്യം. അതിന് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി സാദ് പറഞ്ഞ മറുപടി എൻ്റെ മരുവനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നാ. എൻ്റെ മരുവനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അഥവാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എൻ്റെ മരുമകനെ എന്ന ഹൈസിയത്തോടെ പരിഗണിക്കാതിരിക്കാനുള്ള വിനയവും മാന്യതയും കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ അൽ-ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്തിട്ട് സമ്മതം കൊടുത്ത് വിട്ടിട്ട് ആ സമ്മതപ്രകാരം സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന നിലക്ക് കേരളത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ കരിമൂർക്കനാക്കിക്കൊണ്ട് തകർത്തു കളഞ്ഞില്ലേ? ഇതിനാരാണ് ശരിക്ക് ഉത്തരവാദിയായത് എന്ന് ജനങ്ങളെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർത്തെങ്കിലേ പൂർണ്ണമാകുള്ളൂ. ഹക്കീം ഉസ്താദിന്റെ തിരിച്ചുവരവ്. ഇങ്ങനെ പുറത്താക്കിയാൽ പ്രശ്നം തീരേണ്ടതല്ലേ? തീർന്നില്ല. തീരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ കാത്തുനിന്നു. എത്ര കാലം കാത്തുനിന്നു? രാജി സ്വീകരിച്ചത് 2023 മെയ് 1-നാണ് എങ്കിൽ തിരിച്ചു വന്നത് 2024 ഓഗസ്റ്റ് 26-നാണ്. എന്ന് വെച്ചാൽ 15 മാസം കാത്തുനിന്നു. എങ്ങനെയെങ്കിലും പരിഹാരമാവട്ടെ, പ്രശ്നമാവട്ടെ. CIC സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ, CICയുടെ ഓഫീസ് മരവിച്ചു പോയ ഒരവസ്ഥ, ഒരു മരിച്ച വീട്ടിൽ ചെന്ന ഒരവസ്ഥ. ഇത് പിറകോട്ട് പോവുകയും കുട്ടികളുടെ ആയുസ് പാഴായി പോവുകയും ചെയ്യുന്ന വല്ലാത്ത ദുരവസ്ഥയിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുമ്പോൾ ഇനി എന്ത് എന്ന് നാഥനായ റബ്ബിനോടും നേതാക്കളോടും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനെ തുടർന്ന് അവസാനം എന്നാൽ പിന്നെ ഇനി നമ്മൾ ഇതിനൊരു പരിഹാരം എന്ന നിലക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചർച്ച ചെയ്തപ്പോൾ CICയുടെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുകയും അവിടെ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ ഐക്യകണ്ഠേനയാണ്, ഒരു അപശബ്ദ പോലും ഇല്ലാതെയാണ് ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവറുകളെ വീണ്ടും തലസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ അവിടെ ഒരു വിഷയം ഉണ്ടായി. എന്താണ്? സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാറ്റി നിർത്തിയ ആളുടെ രാജി നിങ്ങൾ അവിടെ നിന്ന് തള്ളിയത് എന്തിനായെന്ന്. അതാണ് ഇപ്പൊ ആക്ഷേപിക്കുന്ന ഒരു കാര്യം. അത് തള്ളിയതല്ല, അത് സാദിഖ് അലി തങ്ങളെ അപമാനിക്കുന്ന കാര്യമല്ലേ എന്ന്. അല്ലെന്നേ. എന്തുകൊണ്ടെന്നാൽ സാദിഖ് അലി തങ്ങളുടെ സമ്മതത്തോടെയാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത്. സാദിഖ് അലി തങ്ങളോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ഒക്കെ ഞങ്ങൾ ഈ ജനറൽ ബോഡി യോഗത്തിന് മുമ്പ് ഇത് ചെയ്യാൻ പോകുന്ന രീതി ഇതാണ്, ഇത് ചെയ്യുന്നത് ഇന്ന കാര്യത്തിനാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ ജനറൽ സെക്രട്ടറിയുടെ രാജിയും ബാക്കി സെക്രട്ടറിമാരുടെ രാജിയും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. ആ കണക്റ്റഡ് ആയ വിഷയം പരിഹരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജനറൽ ബോഡിയിൽ നിന്ന് തീരുമാനം വരേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പരമാധികാര സഭയുടെ തീരുമാനം വ്യക്തമാക്കേണ്ടതുണ്ട്. എങ്കിലേ ഇത് നിയമപരമായി നിലനിൽക്കുള്ളൂ. ആ നിലനിൽപ്പ് ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ചെയ്യാം, അതായിക്കോട്ടെ, അങ്ങനെ ചെയ്തോട്ടെ, കുഴപ്പമില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സാദിഖ് അലി തങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയും സാദിഖ് അലി ശിഹാബ് തങ്ങൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ടാണ് അത് അങ്ങനെ ചെയ്തത്. അല്ലാതെ തങ്ങളെ അപമാനിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്നെ അപമാനിച്ചതാണെന്ന് സാദിഖ് അലി തങ്ങളല്ലേ പറയേണ്ടത്? സാദിഖ് അലി തങ്ങളാണല്ലോ ആ യോഗത്തിൽ വന്നിരുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്, വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. സമസ്ത ഒരു കത്ത് തന്നിരുന്നു 22/9/2022. ആ കത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന കാര്യം എന്താണെന്നറിയോ? സൗകര്യം പരിഗണിച്ച് കൂടിയാലോചിച്ച് നിശ്ചയിക്കുന്ന ദിവസം CIC അധികൃതരും സമസ്ത നേതാക്കളും കൂടിയിരുന്ന് മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുക. ഒപ്പുവെച്ചിരിക്കുന്നത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അവറുകളാണ്. ആ കൂടിയിരുത്തത്തിന് വേണ്ടിയിട്ട് ഡേറ്റ് വെച്ചിരിക്കുന്നത് എന്നാണ് തീരുമാനിച്ചതെന്നാണ് 22/9/2022. അങ്ങനെ ഒരു കൂടിയിരുത്തം നടക്കുമോ എന്ന് ഞങ്ങൾ ഒരുപാട് കണ്ണുനട്ട് കാത്തിരുന്നു. അങ്ങനെ ഒരു കൂടിയിരുത്തം നടന്നതേയില്ല. തീരുമാനിച്ച കാര്യമാണ്. നടപ്പിലാക്കാതിരുന്നത് ആരാണ്? എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ കൂടി ഒരു കാര്യം നേതാക്കൾ കൂടിയിരിക്കുകയും തീരുമാനമാക്കുകയും പുറത്തു വരികയും ചെയ്യുമ്പോൾ വേറെ ഇടപെടലുകൾ ഉണ്ടാവുകയും അതിനെ വഴിതിരിച്ചു വിടുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കരിമൂർക്കൻ പ്രയോഗം. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന വസ്തുത നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. CIC ആ കത്തിനെ സ്വാഗതം ചെയ്തു. CICയുടെ കത്തിൻ്റെ സ്വാഗതം ചെയ്തുകൊണ്ട് സമസ്ത നേതാക്കൾ പറഞ്ഞിട്ടുള്ളതുപോലെ സൗകര്യം പരിഗണിച്ച് കൂടിയാലോചിച്ച് നിശ്ചയിക്കുന്ന ദിവസം CIC അധികൃതരും സമസ്ത നേതാക്കളും കൂടിയിരുന്ന് തീരുമാനിക്കുക എന്ന നിർദ്ദേശം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അങ്ങനെ നമ്മളിത് സ്വാഗതം ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിനിടയിൽ ഒപ്പിട്ടിട്ടുള്ളത് അന്നത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന സയ്യിദ് PSH തങ്ങൾ, ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവറുകൾ, ഖജാൻജിയായിട്ടുള്ള അലി ഫൈസി അവറുകൾ. സമുദായത്തിൻ്റെ സ്വച്ഛന്തമായ യാത്രക്ക് തടസ്സങ്ങളുണ്ടാകുന്ന ഇത്തരം തർക്കങ്ങൾ അവസാനിച്ചു കാണാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ അവസാനമായി പറഞ്ഞ് ഞാൻ വിട വാങ്ങുകയാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ, എന്താ ഇങ്ങനെയൊക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? അതിനൊരു ചെറിയ ക്ലൂ മാത്രം തരാം. CIC-യുമായി ബന്ധപ്പെട്ട ഇഷ്യൂ പുറം ലോകത്തോട് ആദ്യമായിട്ടൊരു പ്രശ്നമായി അവതരിപ്പിച്ച ഒരു പത്രമുണ്ട്, അതിനൊരു റിപ്പോർട്ടറുണ്ട്. ആ പത്രത്തിൽ ആദ്യമേ പറഞ്ഞ കാര്യം എന്താ അറിയോ? സമസ്ത പ്രസിഡന്റിനെ മുഷാവറ അഡ്വൈസറി ബോർഡിൽ നിന്ന് മാറ്റി സമസ്ത പ്രസിഡന്റിനെ CIC അഡ്വൈസറി സ്ഥാനത്ത് നിന്ന് നീക്കി. പിന്നിൽ ലീഗ്, ഇതായിരുന്നു ഹെഡിങ്. എന്താണ് ലീഗിന് CIC-യിൽ കാര്യമുള്ളത്? എന്തിനാണ് ലീഗ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. പിന്നെന്താ, അന്നത് തുടങ്ങിയിരുന്നു. ഇതിനെ ലീഗിനെയും സമസ്തയെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ തുടക്കമായിരുന്നു. അതുകൊണ്ടാണ് പരിഹാരമാകുമ്പോഴൊക്കെയും ഇത് വീണ്ടും വീണ്ടും കൂടുതൽ ഗുരുതരമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ചില ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു കാര്യം പറയാം, ഇവിടെ നെറ്റ് വാങ്ങിയവരുടെ, JRF വാങ്ങിയവരുടെ, PhD വാങ്ങിയവരുടെ കണക്ക് പറഞ്ഞു. നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഏതാണ്ട് 5000-6000 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം. അപ്പുറത്ത് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതുപ്രകാരം പഠിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരം കുട്ടികൾ. ഇവരെല്ലാവരും ഇങ്ങനെ വലിയ വിദ്യാഭ്യാസം നേടുകയും ആണുങ്ങളും പെണ്ണുങ്ങളും വലിയ ഉത്തുംഗമായ വിദ്യാഭ്യാസത്തിൻ്റെ കൈലാസങ്ങളിൽ എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നാളത്തെ കേരളം എന്തായിരിക്കും? ഒരു വാഫി, ഒരു ഹുദവി ഒരിക്കലും ഒരു വ്യക്തിയല്ല, ഒരു വീടാണ്, ഒരു മഹല്ലാണ്, ഒരു ക്യാമ്പസാണ്. പലരെയും സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളാണ്. ഇത്തരം ആളുകൾ കേരളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ വളർന്നു വന്നാൽ, നിറഞ്ഞു നിന്നാൽ, കേരളത്തിൽ ഒരു വശത്തും ഒരു നിലക്കും ലിബറലിസം വേരോടുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, ദൈവനിഷേധം വേരോടുകയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ, ഇവരുടെ ഈ ശക്തി ക്ഷയിപ്പിക്കണമെങ്കിൽ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, രാഷ്ട്രീയം പറയില്ല, UDF എന്ന സമ്പ്രദായം ഇല്ലാതാവണമെങ്കിൽ ഇതിൻ്റെ ശക്തി ക്ഷയിച്ചേ പറ്റൂ. മുമ്പ് അങ്ങനെ ഒരു ക്ഷയിപ്പിക്കൽ നടത്തുകയും അടർത്തി മാറ്റുകയും ചെയ്ത് അരിവാൾ സുന്നി എന്ന പ്രയോഗം വരെ കേരളത്തിൽ രൂപപ്പെടുകയുണ്ടായി. എങ്ങനെ അരിവാളിനതിന് എന്താ പങ്ക്? അതേ തന്ത്രം വീണ്ടും പയറ്റി നിൽക്കുമ്പോൾ ആ പയറ്റിന് കുട പിടിച്ചു നിന്ന് കൂട്ടുനിന്നുകൊണ്ട് ഉമ്മത്തിനെ വഞ്ചിക്കുന്ന ഈ കബളിപ്പിക്കൽ ശ്രമത്തിൽ നിന്ന് ദയവ് ചെയ്ത് ഇടനിലക്കാർ പിന്മാറണമെന്ന് ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടിയും CIC-ക്ക് വേണ്ടിയും പാണക്കാട് കൊണപ്പണക്കൽ തറവാടിനു വേണ്ടിയും ഈ യോഗത്തിൽ വെച്ച് ഈ വിനീതമായ വാക്കുകളിലൂടെ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അത്രേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇതിൻ്റെ പിന്നിലെ കാര്യം അതാണ്. അജണ്ട നടപ്പിലാക്കുന്നത് പുറത്തുള്ള ആളുകളാണ്. അവർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ അകത്ത് ചില ആളുകളുണ്ട്. ആ ആളുകളെയാണ് കേരളം തിരിച്ചറിയേണ്ടത്. ഇത് ഇങ്ങനെ തുടർന്നു പോയാൽ ഈ ഉമ്മത്തിൻ്റെ വേരറുത്തു പോകാനുള്ള തന്ത്രത്തിന് അറിയാതെ ഭാഗവാക്കാകലാകും. അതിന് നാളെ നാഥൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടതായിട്ടും വരും എന്ന സത്യവും തിരിച്ചറിയുക. അല്ലെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ. ഹക്കീം ഉസ്താദിനെ മാറ്റി നിർത്തി അന്നോടെ ഈ പ്രശ്നം തീരേണ്ടതായിരുന്നു. അത് തീരുമെന്ന് കണ്ടപ്പോൾ തീർന്നാൽ പറ്റില്ല എന്ന കാരണം കൊണ്ട് മൂർഖനും കരിമൂർഖനും പ്രയോഗം നടത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ആ പ്രശ്നത്തെ വീണ്ടും നിലനിർത്തി. ബാക്കി നിങ്ങൾ ആലോചിക്കും, ബാക്കി നിങ്ങൾക്ക് ആലോചിക്കാൻ വിടുന്നു. ഫിഖുൽ മുയസ്സർ അടക്കം കിതാബ് കാണിച്ചിട്ട് ഞാൻ വിഷയം നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതൊരു തുടർക്കഥയാക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ ഉമ്മത്തിൻ്റെ വിജയവും ഉത്ഥാനവും ഐക്യവും മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇങ്ങനെ പറയാതെ വയ്യ എന്ന വിധത്തിലൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം രൂപപ്പെട്ടതിൽ ഖേദം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വിനീതമായ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.